ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നമ്മൾ ഗിരിപ്രഭാഷണം കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യണമെന്ന് ഓർത്ത് തുടങ്ങിയത് വേറെ ടോപ്പിക്കിലേക്ക് പോയി. കർത്താവ് സഹായിച്ച് ഇന്ന് സ്റ്റോപ്പ് ചെയ്യണം, ഫിനിഷ് ചെയ്യണം. അതായത് നമ്മൾ ചിന്തിച്ചത് ഇതാണ്, ഗിരിപ്രഭാഷണത്തിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം. അപ്പോൾ പെരുമാറ്റം എന്നുള്ളതാണ് ഗിരിപ്രഭാഷണത്തിന്റെ കൺക്ലൂഷൻ. നമ്മൾ ചിന്തിച്ചത് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു 1 തിമോത്തി 4:12 എടുത്തായിരുന്നു. അതിന് ഞാൻ ഒന്നുകൂടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയും. നമ്മൾ ചിന്തിച്ചതാണ് നമ്മളൊക്കെ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, പിതാക്കന്മാരായിട്ടുള്ളവരോട് അല്ലെങ്കിൽ പ്രായം ചെന്ന സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, എന്നിട്ട് യുവാക്കന്മാരുടെ കാര്യം, യുവതികളുടെ കാര്യം പറഞ്ഞിട്ട് നമ്മളത് ജനറലി ഇനി അതെല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അറ്റ് ദി സെയിം ടൈം ഈ ക്യാരക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ ഇത് പഠിച്ചുകൊണ്ട് ഒരു ഗുണമില്ല. കാരണം ഒരു മനുഷ്യനെ ഇപ്പൊ ബാബുവിന്റെ നേരേക്ക് നോക്കിയാൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന ചുമപ്പാം അല്ലെ. മീൻസ് സെയിം വേ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നത് ക്യാരക്ടറാണ്, പെരുമാറ്റത്തിൽ നിന്ന് ഒരാൾ ആരാന്ന് അറിയുന്നത്. ആ എക്സ്റ്റേണലി കാണുന്ന അതിൽ നിന്ന് നമ്മളൊരു മനുഷ്യനെ ജഡ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മുടെ പെരുമാറ്റം കർത്താവായ യേശു ക്രിസ്തുവിന് നിരക്കുന്നതല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യവും വേസ്റ്റ്. ബൈബിൾ സ്റ്റഡി അതെ, സുവിശേഷ പ്രവർത്തനം അതെ, പ്രസംഗം അതെ, ഒന്നിനൊരു വാല്യൂ ഇല്ല. വി ആർ മെഷേർഡ് ബൈ അവർ ക്യാരക്ടർ, പെരുമാറ്റം. അത് തന്നെ ബൈബിൾ റിപ്പീറ്റ് ചെയ്തേക്കുന്ന വേർഡ് നമ്മുടെ പെരുമാറ്റം. അപ്പൊ അതില് 1 തിമോത്തി 4 എടുക്കുമ്പോൾ എടുക്കാം. 1 തിമോത്തി 4:12 വായിച്ചു. ചെറുപ്പമാണെന്ന കാരണത്താൽ ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. സംസാരത്തിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് ഒരു മാതൃകയായിരിക്കുക. മതി. അപ്പൊ ഇതില് നമ്മളെ സംബന്ധിക്കുന്ന അല്ലാന്ന് വിചാരിക്കേണ്ട. കാരണം ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു വലിയ ആധികാരികമായിട്ടുള്ള സർവേ അല്ല. അറ്റ്ലീസ്റ്റ് പോൾ ഇത് എഴുതുന്ന സമയത്ത് തിമോത്തി മസ്റ്റ് ബി എബവ് 40 എന്നാണ് പറയുന്നത്. അപ്പൊ ഈ എബവ് 40 ആയിട്ടുള്ള ആളെ ചെറുപ്പമാണെന്നുള്ളത് പറഞ്ഞേക്കുന്നത് അത് എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ ആലോചിച്ചേക്കും, ഒരു 80 വയസ്സുള്ള ആളുടെ അടുത്ത് ഇപ്പൊ ബാബു എന്നാ മോനെ കൊച്ചെന്നൊക്കെ വിളിക്കില്ലേ. അതേസമയം ബാബു കുഞ്ഞു പിള്ളേരെ മോനെ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ തിമോത്തി നമ്മൾ അറിയാൻ വേണ്ടി പറയുകയാണ്, ഇത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇതൊരു എബവ് 40 ആയിട്ടുള്ള തിമോത്തിയോസിനോടാണ് പോൾ പറയുന്നത്. എന്താ പറയുന്നത്? ചെറുപ്പമാണെന്ന കാര്യം കൊണ്ട്, എന്ന കാരണം കൊണ്ട് ആരും നിന്നെ അവഗണിക്കാതിരിക്കാൻ നോക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കുന്ന ഡോണിനെയും ചാച്ചുവിനെയും അല്ലെങ്കിൽ എഡ്വിനെയും ഒന്നും ഉദ്ദേശിച്ച് എഴുതിയേക്കുന്നതല്ല, ആരും ഉദ്ദേശിച്ച് എഴുതിയേക്കുന്നത്. അപ്പൊ ഇത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ. അല്ല ചെറുപ്പമാണ് എന്നുള്ളത് കൊണ്ട് ഇത് നമ്മളെ ആരെയും ബാധിക്കാത്ത കാര്യമാണെന്ന് വിചാരിക്കേണ്ട. ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ. അപ്പൊ അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഞാനിന്നിങ്ങനെ അത് ഈ പല ട്രാൻസ്ലേഷൻസ് നോക്കിയപ്പോൾ അതിനകത്ത് വലിയൊരു മിസ്സിങ് കാണാനിടയായി. അപ്പൊ ആ സത്യവേദോസം ഒന്ന് വായിക്കും, 4:12 വായിക്കും. അതെ, അപ്പൊ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാൻ നോക്ക്. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്കൊരു വളരെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് വേർഡ് ഈസ് മിസ്സിംഗ്. ഒന്ന് വായിച്ചു രഞ്ജിത്ത്. ശ്രദ്ധിക്കണേ, ബി ആൻ എക്സാമ്പിൾ ടു ദി ബിലീവേഴ്സ്. ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്? വേർഡ് ഈസ് മിസ്സിംഗ്. ഓശാന ബൈബിളിലും ഇല്ല, സത്യവേദ പുസ്തകത്തിലും ഇല്ല, ഒരു ട്രാൻസ്ലേഷനും ഇല്ല. വേർഡ് ആൻഡ് ഇറ്റ് ഈസ് ലോഗോസ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കി ട്രാൻസ്ലേഷൻ. കാരണം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ മോഡേൺ ട്രാൻസ്ലേഷൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരാരും ഈവൻ രക്ഷിക്കപ്പെട്ടവരൊന്നുമല്ല. ഭാഷാ പണ്ഡിതന്മാരും ഇങ്ങനെയുള്ള ആൾക്കാരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് വിശ്വാസികൾക്ക് ഒരു മാതൃകയായിരിക്കേണ്ട കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ സംഗതി അങ്ങ് എടുത്ത് മാറ്റി. സംസാരത്തിൽ എന്ന് പറഞ്ഞ വേർഡാണോ? ഇത് ദൈവവചനാണ് പറഞ്ഞേക്കുന്നത്. വേർഡ് എന്ന് പറഞ്ഞേക്കുന്നത് സംസാരമല്ല. ഇൻ വേർഡ് ആൻഡ് കോണ്ടാക്ട്. അത് വേർഡിന് സംസാരം എന്നാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? സംസാരം എന്താന്ന് ടിങ്കുനോട് ചോദിച്ചാൽ പറയാം. ഏതാ ടിങ്കു സംസാരം? കണ്ടോ മോസ്റ്റ്. അതുപോലെ നോക്ക്,
അല്ല ഈ നമ്മൾ അതായത് ബൈബിൾ പഠിക്കേണ്ടതിന്റെ ആവശ്യം കാരണം ഈ പിശാച് എല്ലാത്തിലും വിഷം ചേർത്തോണ്ടിരിക്കുന്നു ബൈബിളിലും. അപ്പൊ ഇപ്പം നോക്കാം, എല്ലാ ട്രാൻസ്ലേഷനും എടുക്കുമ്പോൾ ഈ സെക്കൻഡ് തിമോത്തിയില് ഫാസ്റ്റിംഗ് എന്നുള്ള വേർഡ് ഒരൊറ്റ ട്രാൻസ്ലേഷനിലും ഇല്ല. എടുത്ത് നോക്കി സെക്കൻഡ് തിമോത്തി അല്ല, സെക്കൻഡ് കൊറിന്ത്യൻസ് 6 അതായത് എന്തൊക്കെ സ്പിരിച്വൽ എലമെന്റ്സ് ബൈബിളിലുണ്ടോ അതിന് എടുത്തു കളയുക എന്നുള്ളത് ആരുടെ ലക്ഷ്യം? പിശാചിന്റെ ലക്ഷ്യം. നമ്മൾ അതിനകത്ത് സറണ്ടേർഡും ആണ്, കാരണം നമ്മൾ ബൈബിൾ വായിക്കുകയില്ല, പഠിക്കുകയില്ല. അപ്പൊ പിന്നെ അതുകൊണ്ട് ജനറേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ അതെ 5 ഇംഗ്ലീഷ് വായിച്ചു. ഈ NKJV ഈസ് ഗുഡ്. In stripes, in imprisonments, in tumults, in labors, in sleeplessness, in fasting. കണ്ടോ, ഇൻ ഫാസ്റ്റിങ്സ്. വേറെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും ഇല്ല, ഒരു മലയാളം ട്രാൻസ്ലേഷനിലും ഇല്ല. അതുകൊണ്ട് ഫാസ്റ്റിംഗ് ഇല്ലാതാവും. അതുകൊണ്ട് ക്രിസ്ത്യ കോളത്തിൽ ഫാസ്റ്റിംഗ് ഇല്ല. കാരണം ഇങ്ങനെയുള്ള വൈറ്റൽ ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ ദൈവം വാല്യൂ കൊടുക്കുന്ന എല്ലാ സംഗതികളും എടുത്തു കളഞ്ഞു. പക്ഷെ അതേ സംസാരം എന്ന് പറഞ്ഞാൽ അത് വേർഡാവും. അല്ല ജസ്റ്റ് ടെൽ മീ, അല്ല അങ്ങനെ പറഞ്ഞോടെ ഞാൻ പറയുന്നത് അല്ലെന്ന്. അത് ഇംഗ്ലീഷ് ലോഗോസ് എന്നുള്ള വേർഡായി ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ ചെക്ക് ഇതുണ്ടല്ലോ നമ്മുടെ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കാരണം ഒരു വേർഡിന് എങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമുക്ക് മലയാളത്തിൽ തന്നെ അറിയാം. ഇപ്പൊ മലയാളത്തില് സ്നേഹം എന്ന് പറഞ്ഞാൽ ഓയിൽ എന്നൊരു അർത്ഥമില്ല. അപ്പൊ ഒരു സ്നേഹം എന്നുള്ള വേർഡിന് വേണമെങ്കിൽ ഓയിൽ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇങ്ങനെ ട്രാൻസ്ലേഷൻസ്. ഇപ്പൊ നമ്മളതല്ല ചിന്തിക്കാൻ. നമ്മളറിയേണ്ടത്, നമ്മൾ വിശ്വാസികൾക്ക് ഒരു മാതൃകയാണെങ്കിൽ ഒരു ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് ഇൻ വേർഡാണ്. ഇൻ വേർഡ് എന്ന് വായിച്ച് Let no misperceive you, but be an example to believers in word, in conduct, in love, in spirit, in faith, and in purity. അതുപോലെ ഇംഗ്ലീഷില് 6 എണ്ണം ഉണ്ട്. ഞാൻ നോക്കിയതുകൊണ്ടേ പറയുന്നത്. ഇതിനകത്ത് 5 എണ്ണം, ചിലതിൽ 4 എണ്ണം ഒക്കെ ആയിട്ട് മാറ്റി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അത് എല്ലാം പഠിച്ചേ പറ്റൂ. അപ്പൊ നമ്മൾ വിശ്വാസികൾക്ക് മാതൃകയാണെങ്കിൽ ആദ്യത്തെ കാര്യം എന്താ എഴുതിയിരിക്കുന്നത്? അത് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അല്ല നമ്മുടെ സംസാരത്തിൽ നമ്മൾ പിന്നെ എന്താ പറയുന്നത്, അത് മാതൃകയായിരിക്കേണ്ടെന്നല്ല. ബട്ട് കാരണം ദൈവവചനാണ് എല്ലാത്തിന്റെയും ബേസ്. വിധക്കാരന്റെ ഉപമ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്വർഗരാജ്യത്തിന്റെ വിത്ത് എന്ന് പറയുന്നത് വേർഡാ, വിത്ത് ദൈവവചനാണ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നതും വിശ്വാസികൾക്ക് ഒരു മാതൃകയാകേണ്ട കാര്യം ദൈവവചനത്തിന്റെ കാര്യത്തില്ല. അപ്പൊ ആലോചിച്ച് നോക്കും, നമ്മുടെ ജീവിതം എടുത്താൽ ഈ സ്ക്രിപ്ചർ സംബന്ധമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ സ്ക്രിപ്ചറിനെ കുറിച്ച് നമുക്ക് ആ സ്ക്രിപ്ചറിനെ കുറിച്ചുള്ള അറിവ് തന്നെ ഉദ്ദേശിച്ചേക്കുന്നത്. ഇതും ഒരു പാരലൽ പാസേജോടെ എടുക്കുമ്പോൾ നമ്മളെടുത്ത് 2 കൊരിന്ത്യർ 6 അധ്യായം രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ 2 കൊരിന്ത്യർ 6 അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്, ഈ സെയിം കാര്യം തന്നെ എഴുതിയേക്കുന്നത്. അതിന്റെ 4ാം സെന്റൻസ് തുടങ്ങി വായിക്കുമ്പോ ദൈവത്തിന്റെ ദാസരാണ് ഞങ്ങൾ എന്ന് എല്ലാ വിധത്തിലും ഞങ്ങൾ കാണിക്കുന്നു. നിൽക്കേ. അപ്പൊ ദൈവത്തിന്റെ ദാസര്, അവരൊക്കെ ദൈവദാസരാന്നൊക്കെ പറയാറുണ്ട്. നമ്മളും ദൈവദാസരാണ്. ഇറ്റ് ഇസ് ട്രൂ. ദൈവത്തിന്റെ ദാസരാണെന്ന് കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണോ? അല്ലയോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ദൈവത്തിന്റെ ദാസര, അല്ലെങ്കിൽ പിന്നെ കർത്താവ് പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ മക്കൾ, പിശാചിന്റെ മക്കൾ. അപ്പൊ ദൈവത്തിന്റെ ദാസരാന്ന് കാണിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പിശാചിന്റെ മക്കൾ എന്നുള്ള ലേബലിന് അണ്ടറിലേക്ക് വരും. ദൈവത്തിന്റെ ദാസരാണെന്ന് എല്ലാ കാര്യത്തിലും ഞങ്ങൾ കാണിക്കുന്നു. വായിച്ചു പോകും. കൊടിയ സഹനത്തിൽ, ഞെരുക്കങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, ആപത്തുകളിൽ, മർദ്ദനങ്ങളിൽ, തടവുകളിൽ, കലാപങ്ങളിൽ, അധ്വാനങ്ങളിൽ, ഉറക്കമിളപ്പിൽ, പട്ടിണിയിൽ, പരിശുദ്ധിയിൽ, അറിവിൽ, ക്ഷമയിൽ, ദയയിൽ, പരിശുദ്ധാത്മാവിൽ, ഉത്തമ സ്നേഹത്തിൽ, സത്യത്തിന്റെ വചനത്തിൽ. അവിടെയും പറഞ്ഞേക്കുന്നത് അവിടെ സത്യത്തിന്റെ വചനത്തിൽ. അപ്പൊ അത് രണ്ടോടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ തിമോത്തി ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നിടത്ത് വചനം എന്നുള്ളത് എടുത്തു കളഞ്ഞു. അപ്പൊ നമ്മളിത് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ലോകത്തിന് ഒരു മാതൃകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ദൈവവചനത്തെ കുറിച്ചുള്ള ആ സത്യത്തിന്റെ വചനത്തില് ദൈവത്തിന്റെ ശക്തിയിൽ ഇടംകൈയിലും വലങ്കൈയിലുമുള്ള നീതിയുടെ ആയുധങ്ങളിലൂടെ ബഹുമാനത്തിലും അപമാനത്തിലും സൽപേരിലും ദുഷ്പേരിലും ഞങ്ങൾ അങ്ങനെ കാണിക്കുന്നു. മതി. അപ്പൊ ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തിന്റെ ദാസരാണെന്ന് കാണിക്കേണ്ടവരാണ്. അപ്പോഴാണ് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞത്, നീ ചെറുപ്പമാണെന്ന കാരണം കൊണ്ട് നിന്നെ ആരും അവഗണിക്കാതിരിക്കട്ടെ. അപ്പൊ ഏതു പ്രായത്തിലുള്ള ആളാണെങ്കിലും ഈ കാര്യങ്ങളിൽ ദൈവത്തിന്റെ ദാസരാണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടും?
അവഗണിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ നാമം ക്യാരി ചെയ്യുന്നവരാണെന്ന് ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് പറയാം, സുവിശേഷം പറയാം, എന്ത് പറയാം, നമ്മൾ മാറിക്കഴിയുമ്പോൾ ആൾക്കാർ കളിയാക്കി സംസാരിക്കും, ഇവനൊക്കെ സുവിശേഷം കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ ദാസരാണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തില്ലെങ്കിൽ nobody will accept. എന്താ പറയുന്നത്, മുഖത്ത് നോക്കി കളിയാക്കിയില്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ കളിയാക്കുന്ന കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ അതില് ഈ ദൈവവചനത്തെ കുറിച്ചുള്ള കാര്യത്തില് നമുക്ക് ദൈവത്തിന്റെ നോക്ക്, ബൈബിളിൽ എഴുതിയിട്ടുള്ള ബുക്കുകൾ പേര് കാണാപ്പാടം പഠിക്കണം എന്നല്ല, ഇതിനകത്ത് പല ബുക്കുകൾ നമ്മൾ വായിച്ചിട്ടില്ലാത്ത ബുക്കുകൾ തന്നെയാണ് ദൈവത്തിന്റെ വചനത്തിൽ. അല്ലെങ്കിൽ ഒന്ന് ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെ വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് പറയാൻ പറ്റും? വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോ ഓർമ്മിക്കുന്നില്ല എന്ന് പറയും. ദാറ്റ് മീൻസ് നമ്മൾ ദൈവത്തിന്റെ ദാസരാണെന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നതിന് വേറൊരു വേർഡാണ് കർത്താവിന്റെ ശിഷ്യന്മാര്, അല്ലെ കർത്താവിന്റെ ശിഷ്യന്മാരെന്നുള്ളതിന് വേറൊരു വാക്കാണ്, അതായത് കർത്താവിന്റെ പാഠശാലയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സിലബസ് അറിയത്തില്ല, ഇതിനകത്തുള്ളൊരു കാര്യം അറിയത്തില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ കർത്താവിന്റെ ഡിസൈപ്പിൾസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത് ഗുരുവിൽ നിന്ന് പഠിക്കുന്നവരാണ്. ഗുരുവിൽ നിന്ന് പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കുന്നവരാണ് ഡിസൈപ്പിൾസ്. അപ്പൊ നമ്മൾ പഠിക്കുന്നേ ഇല്ലെങ്കിൽ പ്രാവർത്തിയാക്കാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാ പ്രകാരത്തിലും അതിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് കൊടുത്തേക്കുന്ന നീതിയുടെ വചനത്തിന്റെ കാര്യത്തിലാണ്. ഈ ഹീബ്രൂസ് എടുക്കുമ്പോൾ ഇത് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് വിധിക്കുന്നതല്ല, നമ്മൾ ഈ ദൈവവചനം അല്ലെങ്കിൽ ഈ ദൈവവചനത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ ദാസരാണെന്ന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ എത്ര സമയം നമ്മൾ ദൈവത്തിന്റെ വചനം ഒരു ദിവസം, അതൊരു നിയമം എന്നുള്ള രീതിയിലല്ല, എന്ന് ഞാൻ 1/2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞു, ബട്ട് ഇതിന്റെ സ്റ്റുഡൻസ് ആണ് നമ്മൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ആർഡന്റ് ലേണേഴ്സ് ഓഫ് ദി സ്ക്രിപ്ചർ ആണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതല്ല. ഹീബ്രൂസ് 5:12 തുടങ്ങി വായിച്ചപ്പോ, ഇതിനകം തന്നെ നിങ്ങൾ അധ്യാപകരാകേണ്ടതായിരുന്നു. അപ്പൊ ബാബുവിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇതിനെ കുറിച്ച്. അപ്പൊ ഇപ്പൊ ഈ സമയമാകുമ്പോഴത്തേക്കും ബാബു എന്ത് ബൈബിൾ പഠിപ്പിക്കേണ്ട ആളാണ്. അപ്പൊ നമുക്ക് രാക്ഷസൻ ഉണ്ടായത് എങ്ങനെയാന്നുള്ള കാര്യത്തിൽ നമ്മളൊരു സംശയത്തിരിക്കുക. അപ്പോ വായിച്ചു ബാബു. എന്നാൽ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ വീണ്ടും പഠിപ്പിക്കാൻ ആരെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. അപ്പൊ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പഠിപ്പിക്കാനെന്നല്ല, പഠിപ്പിക്കാനെന്നാണ് പോകും. അപ്പൊ എന്താ പ്രശ്നം പറ്റിയിരിക്കുന്നവർക്ക്? അല്ല, ഒന്ന് പഠിച്ചതായിരുന്നു, പക്ഷെ അതെല്ലാം ഇറേസ് ആയി പോയി. നമ്മൾ പറയുന്ന പോലെ തന്നെ കുറെ കഴിഞ്ഞപ്പോ ആദ്യത്തെ ഇതൊക്കെ മറന്നുപോയി. വീണ്ടും പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമായിരിക്കും. ആലോചിച്ച് 1-ാം നൂറ്റാണ്ടിലെ ആ ഒരു കണ്ടീഷൻ അതാണെങ്കിൽ അന്ന് അപ്പസ്തോലന്മാരും കർത്താവ് മരിച്ചിട്ട് അധികം വർഷമായിട്ടില്ല. ആ കണ്ടീഷൻ അന്ന് അത്രയേറെ പുറകോട്ട് വലിക്കപ്പെട്ട്, അല്ലെങ്കിൽ അത്രയേറെ എന്താ പറയുന്നത്, കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു മാർഗമായിരുന്നു ഇതെങ്കിൽ ഇന്ന് നമുക്ക് അതിനേക്കാൾ ഒത്തിരി അഡ്വേഴ്സ് സിറ്റുവേഷനാണ് ലോകവും ഈ സിറ്റുവേഷൻസ് എല്ലാം. കാരണം മാതൃകയുള്ള ഒരു ക്രിസ്ത്യ വിശ്വാസികളെ പോലും ലോകത്തിൽ കിട്ടാനില്ല. അപ്പൊ അന്ന് ഈ അപ്പസ്തോലന്മാരുടെ കാലത്തുള്ളൊരു കണ്ടീഷനാണ് ഇത്. വീണ്ടും പഠിപ്പിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത് പാലാണ്, ഖരഭക്ഷണമല്ല. പാല് കുടിച്ച് ജീവിക്കുന്നവൻ ശിശുവായതുകൊണ്ട് നീതിയുടെ വചനത്തിൽ അശിക്ഷിതനാണ്. പ്രായപൂർത്തിയായവർക്കാണ് ഖരഭക്ഷണം. നന്മയും തിന്മയും വിവേചിച്ചറിയുന്നതിൽ സുശിക്ഷിതമായ കഴിവുകൾ അവർക്കുണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് പാലാണ്, ഖരഭക്ഷണം അല്ല. പാല് കുടിച്ച് ജീവിക്കുന്നവൻ ശിശു ആയതുകൊണ്ട് നീതിയുടെ വചനത്തിൽ അശിക്ഷിതനാണെന്ന് പറഞ്ഞ എന്താ പോകും? മലയാളം അതെ, പഠിപ്പിക്കപ്പെടാത്തവനാണ്. അതായത് നമുക്ക് സ്ക്രിപ്ചർ അറിയില്ല എന്ന് പറഞ്ഞു, നീതിയുടെ വചനം അറിയില്ല. അപ്പൊ നീതിയുടെ വചനം അറിയില്ലാത്തവരെ ബൈബിൾ വിളിക്കുന്നത് എന്താ? അല്ല, അശിക്ഷിത. അതതിന്റെ ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്നല്ലോ. എന്താ ദൈവം? ശിശുക്കളാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്ക്, ഈ ദൈവത്തിന്റെ വചനം നമുക്ക് അറിയില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് 10 വർഷമായാലും 20 വർഷമായാലും 15 വർഷമായാലും ആരായിരിക്കും? ശിശുവായിരിക്കും. അപ്പൊ എന്നിട്ട് ഇവിടെ ആരാണ് പ്രായപൂർത്തിയായതെന്നോട് എഴുതിയിട്ടുണ്ട്. പ്രായപൂർത്തിയായവർക്കാണ് ഖരഭക്ഷണം. അപ്പൊ പ്രായപൂർത്തിയായവരുടെ ക്വാളിറ്റി എന്താ എഴുതിയിരിക്കുന്നത്? നന്മയും തിന്മയും വിവേചിച്ചറിയുന്നതിൽ സുശിക്ഷിതമായ കഴിവ്. അപ്പൊ എന്നാൽ ഇംഗ്ലീഷ് വായിക്കും ഇത്തൂടെ. That is, those who by reason of use have their senses exercised to discern with both good and evil. എന്താ മനസ്സിലായി? മലയാളത്തിൽ പറയാം.
നമ്മൾ എഴുതിയേക്കുന്ന അർത്ഥമല്ല അത്. എന്താ രഞ്ജിത്തിന് മലയാളത്തിൽ പിടിയില്ലായിരിക്കും. ഒന്നുകൂടെ വായിച്ചു, ഓർക്കുന്നു വായിച്ചു, എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കണേ. സോളിഡ് ഫുഡ് belongs to those who are of full age, that is those who by reason of use have their senses exercised to discern both good and bad. ആലോചിച്ച് നോക്കിയേ, ഇത്രയും എന്താ പറയുന്ന ഒരു പ്രായപൂർത്തിയായ ആൾക്കാര് they are exercising their senses to exercise to discern between good and bad. അപ്പോ പ്രായപൂർത്തിയായ ആൾക്കാരെന്ന് പറഞ്ഞാൽ ബൈ റീസൺ ഓഫ് യൂസ് ആണ് അല്ലെ? ബൈ റീസൺ ഓഫ് എക്സർസൈസ് ദി സെൻസസ്. അപ്പോ ഈ സ്പിരിച്വലി പ്രായപൂർത്തിയാണെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോ സെൻസസ് എക്സർസൈസ് ചെയ്ത് ഡിസേൺ ചെയ്തിട്ട്, ഡിസേൺ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസേൺമെന്റ് ഓഫ് ദി സ്പിരിറ്റ്, അതൊരു പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് ആണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് ഉള്ളിൽ വേണം. അല്ലെങ്കിൽ ഡിസേൺ ചെയ്യുമ്പോൾ തെറ്റ് ശരിയെന്നും ശരി തെറ്റെന്നും ആയിരിക്കും ഡിസേൺ ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് യൂസ് ഓഫ് ദി ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഉപയോഗിച്ച് ഓരോ ലൈഫ് സിറ്റുവേഷനിലും സിറ്റുവേഷൻസിനെ അതായത് റൈറ്റ് ആയിട്ട് സെൻസ് ചെയ്ത് ഇതാണ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം എന്ന് ഏത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് സെൻസ് ഉപയോഗിച്ച് ശരിയും തെറ്റും വിവേചിച്ചറിഞ്ഞ് ബൈ റീസൺ ഓഫ് എക്സർസൈസിങ് യുവർ സെൻസസ് അങ്ങനെ ചെയ്ത് അങ്ങനെ കുറെ കാലം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ശരിയും തെറ്റും ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ആയിട്ടുള്ളവരെ മാത്രമേ ബൈബിള് പ്രായപൂർത്തിയായവരെന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ, കാരണം നമ്മൾ ഇസ്രായേൽ രാജാക്കന്മാര് ചെയ്ത തെറ്റ് നമ്മൾ ചെയ്യരുത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്ക്രിപ്ചർ അറിയില്ല, ഫിനിഷ്ഡ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇല്ല. എൽ കെ ജി അല്ലെങ്കിൽ ABCD പഠിച്ചില്ലെങ്കിൽ പിന്നെ ഈ എത്ര ലിറ്ററേച്ചർ പുസ്തകം നമ്മുടെ കയ്യിലിരുന്നാലും ഇറ്റ്സ് ഓഫ് നോ യൂസ്. ഉണ്ടോ? ഇപ്പോ ഹോമറിന്റെ ഇലിയഡോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിന്റെ ബുക്കോ അല്ലെങ്കിൽ പഴയ എത്ര ഇതിഹാസങ്ങൾ എത്ര ബുക്കുകൾ നമ്മുടെ കയ്യിലിരുന്നാലും എഴുത്തും വായന അറിയില്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ഉണ്ടോ? ദാറ്റ് ഈസ് അവർ സ്പിരിച്വൽ കണ്ടീഷൻ. കാരണം ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് സ്ക്രിപ്ചറാണ്. സ്ക്രിപ്ചറിൽ എന്താണ് എഴുതിയേക്കുന്നത്, എന്താണ് എഴുതാത്തത് അല്ലെങ്കിൽ നോക്കി. ഞാൻ കഴിഞ്ഞ ദിവസം ബാബുവിനോട് ചോദിച്ചാൽ ഇന്ന് കള്ളപ്രവാചകന്മാരുണ്ട്. ബാബു വളരെ കറക്റ്റായിട്ട് ഒരു കള്ളപ്രവാചകന്മാരും ഇന്ന് ലോകത്തിലില്ല. കാരണം ഈ ശരി നോട്ട് അറിയാമെങ്കിൽ നമുക്ക് കള്ളനോട്ട് തിരിച്ചറിയാൻ പറ്റും. ബട്ട് വൺ തിങ് ഐ വാണ്ട് ടു എന്താ പറയുന്നത്, വാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വിത്ത് ദിസ് ലൈഫ് നമ്മൾ ക്രോസ് ചെയ്യില്ല. കാരണം നമ്മൾ വിചാരിച്ചേക്കുന്ന പോലെ ഒരു ലൈറ്റ് ആൻഡ് ഈസി ഗോയിങ് ഒരു വേ അല്ല ക്രിസ്ത്യൻ ലൈഫ്. കർത്താവ് പറഞ്ഞു ഇത് ബുദ്ധിമുട്ടാണെന്ന് കർത്താവ് പറഞ്ഞില്ല. ഇടുങ്ങിയ വഴിയാണ് കണ്ടെത്തുന്നവരോ. നമ്മളിങ്ങനെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, സീൽഡ്, ഫിനിഷ്ഡ്. അതുകൊണ്ടാണ് ഞാൻ എന്നും കൊർണേലിയസിന്റെ വീട്ടിലെ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. കൊർണേലിയസിന്റെ വീട്ടിലുള്ളവര് രക്ഷിക്കപ്പെട്ടു, എന്തൊക്കെയുണ്ട് ദിൽസി, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. എന്നാൽ ഞാൻ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റി അഭിഷേകം പ്രാപിച്ചു. ആ കണ്ടീഷനിലുള്ള ആള് there is no further teaching. PhD എടുത്തു, സ്വർഗത്തിൽ പോകാനായിട്ടിരിക്കുക. വേറാസ് ഈ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചെന്ന് പറയുന്ന ആൾക്കാര് ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളൂ. എൽ കെ ജിയിൽ ജോയിൻ ചെയ്തിട്ട് PhD എടുത്തെന്നുള്ള മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ശിശുവിന്റെ കണ്ടീഷനിലാണ് ഇന്നത്തെ ഈ ഫുൾ ഗോസ്പൽ ടീമുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഭയത്തോടെ നമ്മൾ വേറെ ആരെയും ജഡ്ജ് ചെയ്യാനല്ല. നമ്മൾ ഈ വഴിക്ക് പോയാൽ നമ്മൾ നശിച്ചു പോകും അല്ലേ? അതുകൊണ്ട് നമുക്ക് ഈ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ലോകത്തിലെ സാക്ഷ്യങ്ങളും കാര്യങ്ങളും കേട്ട് ഡിസീവ്ഡ് ആവരുത്. പിന്നെ വിൽഫുള്ളി അത് അക്സെപ്റ്റ് ചെയ്യുന്നവർ പിന്നെ ആർക്കും ചികിത്സിക്കാൻ പറ്റില്ല. ഉറങ്ങുന്ന ആളെ ഉറക്കം തെളിക്കാൻ പറ്റും, ഉറക്കം നടിച്ചു കിടക്കുന്ന ആളെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. സെയിം വേ നമ്മൾ ഡിസീവ്ഡ് ആവരുത്. ഇതൊക്കെ മതിയെന്ന് വിചാരിക്കും പോകുന്നവര് നോബഡി ക്യാൻ, ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. നശിച്ചേ പറ്റൂ, നശിക്കണം. ഈ പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വേർഡുണ്ട്, ഫസ്റ്റ് പീറ്ററില്, they are destined for perdition എന്ന് പീറ്റർ പറയുന്നു. അതിന് 7-8 വായിക്കുമ്പോ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 7 and 8 ബാബു വായിക്കും. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവൻ വിലയേറിയവനാണ്. വിശ്വസിക്കാത്തവർക്കോ ശില്പികൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. അവരെ ഇടറി വീഴിക്കുന്ന ഒരു കല്ല്, അവരെ നിലം പതിപ്പിക്കുന്ന പാറ,
വചനം അനുസരിക്കായകൊണ്ട് അവർ ഇടറുന്നു. അവർ അതിന് നിശ്ചയിക്കപ്പെട്ടവരാണ്. ഇംഗ്ലീഷിൽ വായിച്ചത് 8ാം സെന്റൻസ്. Therefore, to you who believe he is precious, but to those who are disobedient, the stone which the builders rejected has become the chief cornerstone, and the stone of stumbling and the rock of offense. They stumble, being disobedient to the word to which they also were appointed. They are appointed. അപ്പൊ ഞാൻ പറഞ്ഞേക്ക് ഇത് അപ്പോയിന്റഡ് അല്ലെ ഡിസ്റ്റൈൻഡ് അല്ലെ ഇത് പറഞ്ഞേക്കുന്നത് അവരതിന് നിശ്ചയിക്കപ്പെട്ടേക്കുന്നവരെ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഫറോന്റെ കാര്യം. ഫറോന്റെ ഹൃദയം ദൈവം കഠിനാക്കിയപ്പോഴാണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് സ്വയം ഹൃദയം കഠിനാക്കിയപ്പോഴാണ്. അപ്പൊ നമ്മൾ ഡീൽ ചെയ്യുന്ന ലോകത്തിൽ 3 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് മാനസാന്തരപ്പെട്ടവര്, ഒന്ന് സ്വയം ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നവര്, ഒന്ന് തേർഡ് ആരാ? നോ. അതായത് ഒന്ന് മാനസാന്തരപ്പെട്ടവര്, ഒന്ന് ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നവര്, മൂന്നാമത്തെ ആരാ? ദൈവം ഹൃദയം കഠിനമാക്കിയിരിക്കുന്നവര്. അവരോട് പോയി അതാണ് നമുക്ക് ഡിസേൺമെന്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അവരോട് സുവിശേഷം പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കില്ല. അതായത് ദേ ആർ ഡിസ്റ്റൈൻഡ് ഫോർ പെർഡിഷൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ലാസ്റ്റ് ബ്രീത്തിന് മുമ്പ് എന്തെങ്കിലും മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ദർ ഈസ് ഒരു കട്ട് ഓഫ് ടൈം ഉണ്ട്, ഡേറ്റ് ഉണ്ട്, അല്ലെ ലാസ്റ്റ് സ്ട്രോ ഓൺ ക്യാമൽസ് ബാക്ക് എന്ന് പറയുന്ന പോലെ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെല്ലാം നമ്മൾ മറുതലിച്ച് നിന്ന് കഴിഞ്ഞാൽ ഫറോൻ ഹൃദയം കഠിനമാക്കി ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഫറോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി. പിന്നെ ഫറോന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ ഈ 2 തെസ്സലോണിയൻസിൽ വായിക്കുന്ന പോലെ അവർ സത്യത്തെ സ്നേഹിക്കായക കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് സത്യത്തെ ഡിനൗൺസ് ചെയ്തതുകൊണ്ട് ഒരു സ്റ്റേജ് വന്നു ഫറോന്റെ പോലെ ദൈവം ചെയ്തു. ദൈവം മിഥ്യാബോധം, അത് തന്നെ ഫറോന്റെ. ഇത് കോമൺ പ്രിൻസിപ്പിളാണ്. ഇനി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് എഴുതിയേക്കുന്നിടത്താണെങ്കിൽ വെട്ടിക്കളഞ്ഞേക്കാൻ സ്വർഗത്തിന്റെ കൽപ്പന വന്നു, വീണ്ടും ഒന്ന് ചുവടിളക്കി വളം ഇടാൻ ഒരു അവസരം കിട്ടി. അതും കഴിഞ്ഞിട്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ലോകത്തിൽ. അവരാണ് ഡിസ്റ്റൈൻ ഫോർ പെർഡിഷൻ. അവരോട് പോയി സുവിശേഷം പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കാൻ നോക്കും. പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ദൈവം നിശ്ചയിച്ചേക്കുന്നത്. അപ്പൊ ചോദിക്കും, ദൈവത്തിന്റെ കരുണയ്ക്ക് അന്ത്യമുണ്ടോ? അന്ത്യമുണ്ട്. അമാലിയക്കരെ മുല കുടിക്കുന്ന കുഞ്ഞിനെയും കൂടെ കൊന്നൊടുക്കിയേക്കാനാണ് ദൈവം പറഞ്ഞത്. അല്ലെങ്കിൽ നോഹിന്റെ കാലത്ത് അന്ന് കുഞ്ഞി പിള്ളേരില്ലാഞ്ഞിട്ടല്ല, അവരെ ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചു. സെയിം വേ ഇനി മാനസാന്തരപ്പെടാനുള്ള എല്ലാ അവസരവും കളഞ്ഞ്, അതായത് പെർഡിഷ് നാശത്തിന് വേണ്ടി എഴുതി തള്ളിയേക്കുന്ന നാശപാത്രങ്ങളിൽ നിന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെ മാനസാന്തരപ്പെടുത്താൻ ആരെയും കൊണ്ടും പറ്റത്തില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ചിന്തിച്ച പോയിന്റ്, നമ്മൾ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കേണ്ട കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ വചനത്തിന്റെ കാര്യത്തില്ല. നമുക്ക് ദൈവത്തിന്റെ വചനം അറിയില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ യു ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. ദൈവത്തിന്റെ വചനം അറിയില്ലാത്തതിന്റെ റീസൺ എന്താ? നമുക്ക് ദൈവത്തോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് താല്പര്യമുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്കറിയാം. നമുക്കറിയാമല്ലോ. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ നടക്കുന്ന സെൻട്രൽ ലിങ്കിൽ നിന്ന് എന്ത് എയ്ഡ് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ഒരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് വേണം, അല്ലെ PR കിട്ടണമെങ്കിൽ എന്തുണ്ട്, ആർക്കൊക്കെ ഇപ്പൊ PR കിട്ടും, എല്ലാം എവരിബഡി നോസ്. പക്ഷേ ക്രിസ്തീയ അടിസ്ഥാന പ്രമാണങ്ങൾ 6 ഉണ്ട്. 6 എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം പറയുന്ന ആരെങ്കിലും കാണും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മജോറിറ്റി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പെടാത്ത ആൾക്കാർ ദർ ഇസ് നോ നീഡ് ടു മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതില് ഇങ്ങനെ നമ്മൾ പോയാൽ ഒരു സ്പിരിച്വലി നമുക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഇല്ല. ലോകത്തിൽ ചിലപ്പോൾ നമ്മൾ വലിയ ആൾക്കാരാകുമായിരിക്കും, ബട്ട് ദാറ്റ്സ് ഓൺലി ഫോർ ലെസ് ദാൻ 100 years. അപ്പൊ നമ്മൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ എപ്പോഴും ദൈവം ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നവരുടെ ലിസ്റ്റിൽ പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നേ പറ്റും, അല്ലെങ്കിൽ മാറ്റം വരത്തില്ല. അപ്പം വിശ്വാസികൾക്കൊരു മാതൃകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, ബാക്കിയുള്ള ലോകത്തിലുള്ള ആൾക്കാർക്കും സൽസ്വഭാവങ്ങളുണ്ട് ഇല്ലേ? നിരീശ്വരവാദികളെ കുറിച്ച് പറയാറുണ്ട്, അവർ സൽസ്വഭാവികളാണ്, നല്ല ഡീസന്റ് ബിഹേവിയർ ആണ് ഇല്ലേ? ആൾക്കാർ പറയാറുണ്ട് നല്ല പെരുമാറ്റമാണെന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവമായിട്ടുള്ള ബന്ധത്തിലല്ലാതെ ആ ഒരു രീതിയിലാണ് നമ്മളെ കുറിച്ചുള്ള സാക്ഷ്യം ചെയ്യുക. അതിനൊരു കാര്യമില്ല. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് നല്ല സാക്ഷ്യം വേണ്ടെന്നുമല്ല, ബട്ട് അല്ലെങ്കിൽ നമ്മളൊരു ക്രിസ്ത്യ വിശ്വാസി എന്ന് അംഗീകരിക്കപ്പെടണമെങ്കിൽ ഫസ്റ്റ് ലെസൺ നമ്മൾ സ്ക്രിപ്ചർ അറിഞ്ഞേ പറ്റൂ. കാരണം മോശയ്ക്കാണ് ആദ്യം ദൈവം സ്ക്രിപ്ചർ കൊടുത്തത്. സ്ക്രിപ്ചർ കയ്യിലേക്ക് കൊടുത്തിട്ട് എന്ത് പറഞ്ഞാൽ കൊടുത്തത്? നമ്മൾ ചിന്തിക്കുന്ന പഠിപ്പിക്കാൻ പറഞ്ഞാൽ കൊടുത്തത്. അപ്പൊ പഠിപ്പിക്കാൻ പറഞ്ഞ് മോശയോട് പറഞ്ഞു കൊടുത്തെങ്കിൽ ഇത് പഠിപ്പിക്കാനും പഠിക്കാനും ഉള്ളൊരു സാധനമാണെന്നുള്ളത് മനസ്സിലാവില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇനിയിപ്പം പഠിക്കാനോ പഠിപ്പിക്കാനോ പോയില്ലെങ്കിലും ഈ പേഴ്സണലി നമുക്ക് സ്ക്രിപ്ചർ പഠിക്കുക എന്നൊരു ക്യാരക്ടർ ഇല്ലെങ്കിൽ യു ക്യാൻ നെവർ ക്യാരി എ ഗുഡ് ടെസ്റ്റിമണി ആസ് എ ക്രിസ്ത്യൻ. ഒരിക്കലും പറ്റത്തില്ല, ഇംപോസിബിളാണ് നമ്മൾ ദൈവവചനം പഠിക്കാത്തവരാണെങ്കിൽ.
ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് ഞാൻ പറഞ്ഞ് അടുത്ത ടോപ്പിക്കിൽ പറഞ്ഞേക്കുന്ന വേർഡ്, രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? കോണ്ടാക്ട്. അതൊക്കെ ജനറൽ ടേംസാ. നമ്മുടെ പെരുമാറ്റം, പിന്നത്തെ ഫസ്റ്റ് തിമോത്തി 4:12 നിങ്ങളൊന്ന് വായിച്ചേ രഞ്ജിത്ത്. In word, in conduct, in love. അപ്പൊ ആ ലവ് എന്ന് പറഞ്ഞേക്കുന്ന നോക്ക്, നമുക്കിപ്പം അതാ നമ്മൾ ആദ്യം ട്രാൻസ്ലേഷൻസിനെ കുറിച്ച് പറഞ്ഞത്. അത് ചാരിറ്റി എന്നാണ് വേർഡ് ഒറിജിനലി. അപ്പൊ ചാരിറ്റി എന്ന് പറഞ്ഞേക്കുന്നതും ലവ് ആയിട്ടുള്ള വ്യത്യാസം എന്താ? ചാരിറ്റി എന്ന് ബൈബിളിൽ പറയുന്ന എല്ലാം ലവ് എന്ന് തന്നെയാണ് ട്രാൻസ്ലേറ്റ്. ചാരിറ്റി അതെ, ഫീലിയോ അതെ, ഇറോസ് ഒക്കെ എല്ലാം ഇംഗ്ലീഷിൽ ലവ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പക്ഷെ ഗ്രീക്കിൽ 3 ഡിഫറെന്റ് വേർഡ്സാ. ലവിന് 3 വേർഡുകളുണ്ട്: ചാരിറ്റി, ഫീലിയോ, ഇറോസ്. എല്ലാം ഇംഗ്ലീഷിൽ ലവ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ചില ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചേ പറ്റൂ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ ഒരു സാക്ഷ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്തുണ്ടാവണം? ചാരിറ്റി ഉണ്ടാവണം. ചാരിറ്റി നമ്മൾ ലോകത്തിൽ പൊതുവെ ചാരിറ്റി വർക്ക് എന്നൊക്കെ പറയുന്ന മീനിങ്ങിലല്ല. ചാരിറ്റി എന്ന് പറയുന്ന സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? എന്താ പറയാം? അല്ല, അതൊക്കെ ശരിയാ. ബട്ട് വിത്തൗട്ട് ഹോളി സ്പിരിറ്റ് ഇൻസൈഡ് nobody can cultivate charity. അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ കയറാത്ത ഒരാൾക്ക് സ്നേഹം ഉണ്ടാവും, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ചാരിറ്റി. അല്ലെങ്കിൽ ഈ ഗ്രീക്കില് ആ ഗ്രീക്കിൽ ഇവിടെ എന്താ ഇംഗ്ലീഷ് ഗ്രീക്ക് വേർഡ് എന്താ ഓർമ്മ? അതെ, അഗാപ്പെ. അപ്പൊ അഗാപ്പെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഇല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. അപ്പോ ഈ ലോകത്തിൽ ഒരു സ്നേഹത്തെ അല്ല, നമ്മൾ വിശ്വാസികൾക്ക് ഒരു മാതൃകയാണെങ്കിൽ, അല്ലെ നമ്മുടെ ജീവിതം മാതൃകയാണെങ്കിൽ, ഇപ്പൊ നോക്കുക, നമ്മൾ രക്ഷിക്കപ്പെടാത്ത നമ്മുടെ ആൾക്കാർ, റിലേറ്റീവ്സ്, നമ്മുടെ ആൾക്കാർ, ലോകത്തിൽ കാണുന്ന സ്നേഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് അഗാപ്പെ. അഗാപ്പെ എന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കുന്ന സ്നേഹം. ദൈവമായിട്ട് ബന്ധപ്പെടാൻ യേശുക്രിസ്തു വഴി മാത്രമേ ദൈവമായിട്ട് ബന്ധപ്പെടാൻ പറ്റൂ. അപ്പോ ഇവിടെ വിശ്വാസികൾക്ക് ഒരു മാതൃകയാണെങ്കിൽ നമ്മളിവിടെ കാണുന്ന എന്താ പറയുന്നത്, ദാരിദ്ര്യത്തിലിരിക്കുന്നവനെ സഹായിക്കുന്നത്, അത് ലോകത്തിലെ മനുഷ്യർ ചെയ്യുന്നുണ്ട്. കഷ്ടത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നത് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. ബട്ട് ഈ വിശ്വാസികൾക്ക് മാതൃകയായിട്ടുള്ള ഒരു ക്രിസ്ത്യ ജീവിതം വരണമെങ്കിൽ അഗാപ്പെ കൾട്ടിവേറ്റഡ് ആകണം, അല്ലെങ്കിൽ ചാരിറ്റി ഉണ്ടാകണം. അത് ദൈവം നമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലവ്. അത് റോമൻസ് 5 എടുക്കുമ്പോൾ അത് അറിയാൻ ക്ലിയർ ആയിട്ട് എഴുതിയേക്കുന്ന കാര്യമാണ്. ആ ദൈവത്തിൽ നിന്നുള്ള സ്നേഹം, അത് ദൈവത്തിന്റെ ഒരു എലമെന്റ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അത് ദൈവമായിട്ട് ബന്ധപ്പെടാതെ ഒരിക്കലും ഉണ്ടാകത്തില്ല. റോമൻസ് 5 മുഴുവൻ വായിക്കണ്ട, പെട്ടെന്ന് വായിക്കോ. ബാബു ഒന്ന് വായിക്കും. 1 തുടങ്ങി 5 വരെ വായിച്ചോ. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കയാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നാം ദൈവവുമായി രമ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ നാം ഇങ്ങനെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഈ രമ്യപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ. അതായത് സിൻസ് യു ഹാവ് ബീൻ റിക്കൺസൈൽഡ് വിത്ത് ഗോഡ്, എങ്ങനെയാണ്? ത്രൂ ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ എന്നും പറയുന്ന, എന്നാലും ഓർക്കുന്നതല്ല, ദൈവമായിട്ടുള്ള റിക്കൺസിലിയേഷൻ ഉള്ളി ത്രൂ ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും പിതാവുമായിട്ട് യാതൊരു ആക്സസും ഇല്ല. വായിച്ചു. അവനിലൂടെ ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെ ദൈവമഹത്വത്തിൽ പങ്കുചേരാം എന്ന പ്രത്യാശയിൽ നാം ആനന്ദിക്കുകയും ചെയ്യുന്നു. അതിനും ഉപരിയായി നമ്മുടെ കഷ്ടതകളിൽ നാം ആനന്ദിക്കുന്നു. കഷ്ടത നമുക്ക് സഹനശീലം നൽകുന്നു എന്ന് നമുക്കറിയാം. സഹനശീലത്തിൽ നിന്ന് സ്വഭാവഗുണത്തിൽ നിന്ന് പ്രത്യാശയും ഉണ്ടാകുന്നു. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇത് ഓൺലി ത്രൂ ഹോളി സ്പിരിറ്റ്. അല്ലാതെയുള്ള സ്നേഹം ഒന്നും ഈ അഗാപ്പെ അല്ല. ഇവിടെ എഴുതിയിരിക്കുന്ന വേർഡ് അഗാപ്പ. അപ്പൊ അഗാപ്പെ എങ്ങനെ ഉണ്ടാവും? ഓൺലി ത്രൂ ഹോളി സ്പിരിറ്റ്. അപ്പൊ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, വീണ്ടും ജന്മം പ്രാപിച്ചിട്ടില്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല. എങ്കിലും ഉണ്ടാകുന്ന സ്നേഹമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം നമുക്കെല്ലാം ഒരുപോലെ തോന്നുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദി ലവ് വിച്ച് ഹോളി സ്പിരിറ്റ് ഈസ് ഗിവിങ്. അത് വെറും കന്നാലി സ്നേഹമെന്നോ എന്താ പറയുന്നത്, ലോകത്തിലെ വെറും സ്നേഹ. അപ്പൊ ഇതൊന്ന് റിവേഴ്സോടെ ചിന്തിച്ച് വിൽ സ്റ്റോപ്പ് ഇറ്റ് ടുഡേ. അപ്പൊ ഇതില് പുറകോട്ട് ചിന്തിക്കേണ്ടത്, ഇപ്പൊ ദൈവത്തിന്റെ ഗോൾ എന്ന് പറയുന്നത് നമ്മൾ എന്തുണ്ടാകണം? അഗാപ്പെ ഉണ്ടാകണം. എങ്കിൽ മാത്രം സ്നേഹമാണ് നിയമത്തിന്റെ പൂർത്തീകരണം. സ്നേഹം ഉണ്ടാകുന്ന ഇല്ലേ? തിമോത്തിയസിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞങ്ങൾ നൽകുന്ന ഈ കൽപ്പനകളുടെ എല്ലാ ലക്ഷ്യം അതായത് അഗാപ്പയാണ്. അതായത് നിർമ്മലമായ ഹൃദയം, നിസ്വാർത്ഥമായിട്ടുള്ള ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സ്നേഹമാണ്. അപ്പൊ ഇവിടെ ദൈവം ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ ഈ റോമൻസിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അത്
ഈ സ്നേഹം ഉണ്ടാകണം. സ്നേഹം ഉണ്ടാകാൻ വേണ്ടി നമ്മളത് എന്താ പറയുന്നത്, സ്നേഹം എനിക്ക് ഈ സ്നേഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥന വിഷയം പറഞ്ഞ സ്നേഹം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ എളിമ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥന വിഷയം പറഞ്ഞ എളിമ ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥന വിഷയം പറഞ്ഞ ക്യാരക്ടർ ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ബൈബിൾ നോളജ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥന വിഷയം പറഞ്ഞ ബൈബിൾ നോളജ് ഉണ്ടാവും. സോ ദീസ് ആർ ഓൾ ഇതെല്ലാം മനുഷ്യന്റെ കയ്യിലേക്ക് ദൈവം തന്നേക്കുന്നതുകൊണ്ടാണ് ദർ ഈസ് എ ജഡ്ജ്മെന്റ്. നമ്മൾ എങ്ങനെ ഈ കാര്യങ്ങളോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ദൈവം ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന 3-ാം സെന്റൻസിൽ ഇതിനുപരിയായി നമ്മുടെ കഷ്ടതകളിൽ നാം ആനന്ദിക്കുന്നു. കഷ്ടത നമുക്ക് സഹനശീലം നൽകുന്നു. സഹനശീലത്തിൽ നിന്ന് സ്വഭാവഗുണം ഉണ്ടാകുന്നു. സ്വഭാവഗുണത്തിൽ നിന്ന് പ്രത്യാശ ഉണ്ടാകുന്നു. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന് ദൈവസ്നേഹം ഉണ്ടാവും. അപ്പൊ ഈ ദൈവസ്നേഹം അഗാപ്പെ കൾട്ടിവേറ്റഡ് ആകുന്നില്ല. രക്ഷിക്കപ്പെട്ട 5 വർഷമായി, വേറെ സ്നേഹമൊക്കെ ഉള്ളൂ. ലോകസ്നേഹത്തിൽ തന്നെ ജീവിക്കുന്നു. ഇപ്പോഴും ലോകത്തിലെ സ്വപ്നങ്ങളാണ്, ലോകത്തിലെ ഇമ്പങ്ങളാണ്. ലോകത്തോടൊരു ഗുഡ് ബൈ പറഞ്ഞിട്ടില്ല. മനസ്സ് ഉന്നതങ്ങളിൽ ഉറപ്പിക്കുന്നില്ലെങ്കിൽ ഈ റിവേഴ്സ് പാത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ വിടും. ഇവിടെ എഴുതിയേക്കുന്ന എന്താ, കഷ്ടം വരുമ്പോ നമുക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എൻ്റെ ജീവിതത്തില് ഈ ഓസ്ട്രേലിയക്ക് വരുന്നതിന് മുമ്പ് ദൈവം ഡീൽ ചെയ്തിട്ടുള്ള കാര്യത്തില് ലോകത്തിലെ, കാരണം ലോർഡ് ഈസ് മൈ വിറ്റ്നസ്, ലോകത്തിലെ ഒരു കാര്യത്തിലും ഒരു താല്പര്യം ഇല്ലാതായതിനു ശേഷമാണ് കർത്താവ് എന്നോട് എന്നെ ഇങ്ങോട്ട് വിട്ടത്. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരുപക്ഷെ പല കാര്യങ്ങളിലും ആകർഷിക്കപ്പെട്ടേനെ. അപ്പൊ ഇത് എല്ലാവർക്കും ഉള്ള ഒരേ പാഠശാല, നമ്മളെല്ലാം ഒരേ സിലബസും ഒരേ കോഴ്സും, കാലങ്ങളിലും സമയങ്ങളിലും ഇതിന് മാറ്റം വരുമെന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഇത് മനസ്സ് പറിച്ചിട്ടില്ലെങ്കിൽ 100% യു ടേക്ക് ഇറ്റ് ഫ്രം മൈ മൗത്ത്, യു ആർ ഗോയിങ് ടു പാസ് ത്രൂ വെരി ഡിഫിക്കൽട്ട് ഡേയ്സ്. ദൈവത്തിന്റെ പാഠശാല ഇത്. ഈ ഹീബ്രൂസ് 5:7 വായിക്കുമ്പോൾ യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനും നിലവിളിയോടും കണ്ണീരോടും കൂടി പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവന്റെ ഭയഭക്തി മൂലം അവനെ ശ്രവിച്ചു. പുത്രനെങ്കിലും അവൻ തന്റെ സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു. പൂർണ്ണനാക്കപ്പെട്ട അവൻ തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ സ്രോതസ്സായി തീർന്നു. മതി. അപ്പൊ പുത്രനെങ്കിലും അവൻ സഹനത്തിലൂടെ പെർഫെക്ഷനിലേക്ക് പോയി. അത് ഡിസൊബീഡിയന്റ് ആയിരുന്നു, പിന്നെ ഒബീഡിയന്റ് ആയെന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ പുത്രനായിരുന്നെങ്കിലും പുത്രൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് പെർഫെക്ഷനിലേക്കുള്ള വഴി എന്താ? ക്രിസ്ത്യാനിറ്റിയുടെ സഹനത്തിലൂടെയാണ്. ഹീബ്രൂസ് 2 എടുക്കുമ്പോ അതിന്റെ 10 വായിക്കുമ്പോ, എല്ലാം ആർക്കു വേണ്ടി ആരിലൂടെ നിലനിൽക്കുന്നുവോ ആ ദൈവത്തിന് അനേകം പുത്രന്മാരെ മഹിമയിലേക്ക് നയിക്കുമ്പോൾ ആ രക്ഷയുടെ നായകനെ സഹനത്തിലൂടെ സമ്പൂർണനാക്കുക എന്നത് സമുചിതമായി ആയിരുന്നു. രക്ഷയുടെ നായകനെ അനേകം പുത്രന്മാരെ മഹിമയിലേക്ക് നയിക്കുമ്പോൾ, അതിൽപ്പെട്ട നമ്മളൊക്കെ പുത്രനും പുത്രിയൊക്കെ നമ്മൾ ദൈവം മഹിമയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. അനേകം പുത്രന്മാരെ മഹിമയിലേക്ക് നയിക്കുമ്പോൾ ആ രക്ഷയുടെ നായകനെ എങ്ങനെ പൂർണ്ണനാക്കി? സഹനത്തിലൂടെയാ. ഇനിയിപ്പോ കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവ് കൊടുത്തത് കുറഞ്ഞൊരു സിലബസ് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം വി ആർ ഓൾ ട്രാവലിംഗ് ത്രൂ ദി സെയിം റോഡ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിലൂടെ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം അതിനുവേണ്ടി ഓൾറെഡി നമുക്ക് മാതൃകയും സ്ക്രിപ്റ്ററും ഒക്കെ കിട്ടിയിരിക്കുന്നു. അപ്പൊ നമ്മളില് ഈ ദൈവസ്നേഹം, ഇതെല്ലാം ദൈവസ്നേഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈവൻ കർത്താവായ യേശു ക്രിസ്തുവിന് ഇങ്ങനെയായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടം ഇല്ല എന്ന്, അത് കള്ള സുവിശേഷം. കാരണം കർത്താവ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യമായിട്ടിരിക്കുക, കാരണം ഞാൻ ലോകത്തെ ജയിച്ചു. അപ്പൊ ഈ നേരെ കള്ള സുവിശേഷം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കഷ്ടമില്ല യേശു ക്രിസ്തു അനുഭവിച്ചു, ഇനി നമുക്ക് സുഖമുള്ളെന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ ഇതിനു മുമ്പുണ്ടായിരുന്ന കൾട്ട് എന്തായിരുന്നു? അതിനു മുമ്പുണ്ടായിരുന്ന ലിബറേഷൻ തിയോളജി ആയിരുന്നു. ഇന്നത്തെ കാലത്ത് പ്രോസ്പെറിറ്റി ഗോസ്പല്. അപ്പൊ ഈ പ്രോസ്പെറിറ്റി ഗോസ്പല് അതിൽ വിശ്വസിച്ചാല് അത് വേറെ ക്രിസ്തുവാണ്. കാരണം ഈ ലോകത്തിൽ കഷ്ടമില്ലാന്ന്, ഈ ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് കർത്താവ് പറഞ്ഞിരിക്കും. ഈ ലോകത്തിൽ കഷ്ടമില്ല, നിങ്ങൾക്ക് ഐശ്വര്യവും ഇന്ന് തുടങ്ങി അനുഗ്രഹവും ഐശ്വര്യം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് ഡിഫറെന്റ് ക്രൈസ്റ്റ് നമ്മൾ ചിന്തിച്ചതാ. ആ ക്രിസ്തു എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ പൈശാചിക ശക്തികളിലും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൈശാചിക ശക്തിയാണ് ആ അനദർ ക്രൈസ്റ്റ്. കാരണം രക്ഷയുടെ നായകന്. അപ്പൊ നമ്മളെ സംബന്ധിച്ച്
ആ കർത്താവിനെ ഡിനൗൺസ് ചെയ്ത് നമ്മൾ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കും. നമ്മൾ നശിപ്പിച്ച് എന്താ പറഞ്ഞത്, കുഴിയോടെ നമ്മൾ തോണ്ടി നശിപ്പിച്ച് കളയും. കാരണം ഇറ്റ്സ് എ ഡിഫറെന്റ് ക്രൈസ്റ്റ്. കള്ളക്രിസ്തുവാണ്. കള്ളക്രിസ്തു വരുമെന്ന് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കള്ളക്രിസ്തു പ്രസംഗിക്കപ്പെടുമ്പോൾ, കാരണം ലോകം ആഗ്രഹിച്ചിരുന്നത്, അല്ലേ, ഹീബ്രൂസ് ഒരുപാടുണ്ട്, നമുക്ക് വേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു മഹാപുരോഹിതനെയാണ്, അല്ലേ, വായിക്കുന്നില്ലേ എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഈ ലോകം ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ ഒരു ക്രിസ്തുവിനെയാണ്. കഷ്ടമില്ലാത്ത കർത്താവ് എല്ലാം കഷ്ടം സഹിച്ച്, ലോകത്തിൽ ഒരു കഷ്ടമില്ല, ലോകത്തിലെല്ലാം അനുഗ്രഹം, ലോകത്തിലെല്ലാം അനുഗ്രഹം കഴിഞ്ഞ് അപ്പുറം കിടക്കുമ്പോൾ അവിടെ അനുഗ്രഹം. കർത്താവ് ഈ ലോകത്തിൽ കഷ്ടങ്ങൾ വെച്ചേക്കുന്നതിന് പല റീസൺസ് ഉണ്ട്. ദൈവം ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കണം, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല എന്നുള്ളൊരു മെസ്സേജാണ്. ലോകത്തിൽ കഷ്ടങ്ങൾ, ആക്സിഡന്റുകൾ, അപകടങ്ങൾ, അപമൃത്യുകൾ. കാരണം ഇതല്ല നമ്മുടെ നേറ്റീവ് പ്ലേസ്. നമ്മുടെ സിറ്റിസൺഷിപ്പ് വേറൊരു രാജ്യത്ത്, നമ്മൾ വേറൊരു അന്യ രാജ്യത്ത് ജീവിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ കൾട്ടിവേറ്റ് ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമേ നമ്മൾ വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ ഈ ലോകത്തിനൊരു മാതൃകയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂ. ആ ദൈവസ്നേഹം നമ്മൾ ഉണ്ടാകുന്നില്ലെങ്കിൽ, സിൻസ് വി ഹാവ് വോളണ്ടറിലി സറണ്ടേർഡ് അവർ ലൈഫ് ടു ദി ലോർഡ്, നമ്മൾ ആരും നിർബന്ധത്താലല്ല കർത്താവിന് ജീവിതം കൊടുത്തിരിക്കുന്നത്, വിൽഫുൾ ആയിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് ദർസ് എ ടെർമിനോളജി. ഈ തെസ്സലോണിക്ക ലേഖനത്തിലൊരു ടെർമിനോളജി ഉണ്ട്, അതോടെ വായിച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഫസ്റ്റ് തെസ്സലോണിക്സ് 5 വായിച്ചു 23 തുടങ്ങി വായിക്കുക. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി പവിത്രീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗമനത്തിൽ, ശ്രദ്ധിക്കണേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗമനത്തിൽ നിങ്ങളുടെ അരൂപിയും ആത്മാവും ശരീരവും കുറ്റമറ്റതും നിർമ്മലവുമായിരിക്കട്ടെ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അത് നിറവേറ്റും. അതെ, നമ്മളത് ഭയത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു വേർഡാണ്. ദി ഗോഡ് ഹു കോൾഡ് us is faithful. ഏത് കാര്യത്തിൽ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും അവിടെ എഴുതിയിരിക്കുന്നത്? കുറ്റമറ്റത് ആക്കും. അതായത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗമനം നമ്മൾ പൊതുവെ ചിന്തിക്കാറില്ല, പക്ഷെ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ദി ഫ്യൂച്ചർ ഈവന്റ്. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി പവിത്രീകരിക്കട്ടെ. പൂർണ്ണമായി പവിത്രീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ മനുഷ്യന് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് ഉണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്നാണ്. ഇവിടെ ആത്മാവ്, ദേഹി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മനസ്സിലാകത്തില്ല. അത് വായിക്കോ രഞ്ജിത്ത് 23. And may your whole spirit, soul and body be preserved blameless at the coming of our Lord Jesus. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഗമനത്തില് അതാ പരീക്ഷ ദിവസം. കർത്താവ് ഇങ്ങോട്ട് വന്നു, അല്ലെ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നു, നമ്മുടെ പരീക്ഷ വരും. അപ്പൊ ആ പരീക്ഷാ ദിവസം എങ്ങനെയായിരിക്കണം? അതാ ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള ഏക ലക്ഷ്യം. അതാ എങ്ങനെയായിരിക്കണം എന്നാ, എന്ത് കുറ്റമറ്റാണോ? അതെ, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഇത് കർത്താവിന്റെ അടുത്തേക്ക് പ്രസന്റ് ചെയ്യാൻ നമ്മൾ ഈ ഡാൻസ് പഠിക്കുന്ന പിള്ളേർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇല്ല, ഞാൻ നാട്ടിൽ കേട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു അരങ്ങേറ്റം ഉണ്ട്, അല്ലേ? കേട്ടല്ലേ പറയിച്ച അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു അരങ്ങേറ്റം ഉണ്ട്. ഈ അരങ്ങേറ്റത്തില് നമ്മൾ എങ്ങനെയായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് നിർമ്മലവും ബ്ലെയിംലെസ് ആയിരിക്കണം. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുവാണ്, വിളിച്ച ദൈവം വിശ്വസന. അവനത് നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളൊന്നും ചെയ്തില്ലേ അത് ചെയ്യും. നമ്മളതിന് ഓൾ ഹാർട്ടഡ് ആയിട്ട് കോപ്പറേറ്റ് ചെയ്താൽ ദൈവമായിട്ട് എന്താ പറയുന്നത്, കൊളീഷൻ വരത്തില്ല. അതർവൈസ് ഒരു ടഫ് റോഡിൽ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും. വിളിച്ച ദൈവം വിശ്വസനാണ്. കാരണം ഈ അരങ്ങേറ്റാനുള്ള നമ്മളെ ഈ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ, പരിശുദ്ധാത്മാവ് ലോകത്തിലായിരിക്കുന്ന നമ്മളെ കർത്താവിന്റെ ബ്രൈഡായിട്ട്, അതായത് മാച്ചിങ് ബ്രൈഡായിട്ട് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ പോകണമെന്ന് പറയുമ്പോൾ, ശരി ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? 32-ാം സങ്കീർത്തനത്തിൽ എഴുതിയേക്കുക, നിന്റെ മേൽ കണ്ണു നട്ട് നീ പോകേണ്ട വഴി അവൻ. അടുത്ത സെന്റൻസ് എന്താ? അതിന്റെ ക്വാളിറ്റി എന്താ പറഞ്ഞേക്കും? അല്ലല്ല, വകതിരിവില്ലാത്ത. അതെപ്പോഴാ വരുന്നത്? ചൂണ്ടയും കൊളുത്തൊക്കെ ഇട്ട് പിടിച്ചാല് വരുള്ളൂ. മനേശ വന്ന പോലെ, അങ്ങനെയൊക്കെയുള്ള രാജാക്കന്മാര് വന്ന പോലെ. അപ്പൊ നമ്മൾ ഈ വിളിക്കുന്ന വഴിക്ക് വന്നില്ലെങ്കിൽ വെറുതെ വിടുന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. കാരണം നമ്മൾ വോളണ്ടറി ആയിട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കുന്നത്, എന്നെ ശരിയാക്കിയേക്കാൻ പറഞ്ഞ് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തേക്കുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പോകേണ്ട വഴി പറഞ്ഞു തരും. അത് സാരമില്ല എന്ന് വിചാരിച്ചു കഴിയുമ്പോൾ പുറകെ ചൂണ്ട വരുന്നുണ്ട്. ഉറപ്പായിട്ട് 100% ഇറ്റ് ഈസ് ഫ്രം മൈ ലൈഫ് ആയിട്ടല്ലേ. ചൂണ്ടയും കൊളുത്തിട്ട് പിടിക്കും. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി പെയിൻഫുൾ ആയിരിക്കും. അതിനെയാണ് ബൈബിൾ ബാലശിക്ഷ എന്നോ ചേസനിങ് എന്നോ വാട്ട്സെവർ ഇറ്റ് ഈസ് യു ക്യാൻ കോൾ ഇറ്റ്. ബാലശിക്ഷയുടെ 1 വേർഡ് പർപ്പസ് എന്താ? വൺ വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യരുത്. ബാലശിക്ഷയുടെ 1 വേർഡ് പർപ്പസ് ഉണ്ട്.
എന്താ പിന്നെ വൺ വേർഡ് പറയാവുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്തു. എന്താ ജൂല? ദൈവം ഇത് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് ചെയ്യുന്നുണ്ട്. എന്താ ലിസി? വൺ വേർഡ് പറയാവുള്ളൂ, വിശുദ്ധി. അപ്പൊ ബാലശിക്ഷയുടെ വൺ വേർഡ് എന്ന് പറയുന്നത് വിശുദ്ധി. അപ്പൊ നമ്മള് ഇപ്പൊ ഈ തിമോത്തിയോസിന് എഴുതിയേക്കുന്ന നീ വിശ്വാസികൾക്ക് മാതൃകയാകുക, നിന്റെ വാക്ക് പെരുമാറ്റം ഇതിനകത്തെല്ലാം വൺ വേർഡ് എന്ന് പറഞ്ഞാൽ നീ വിശുദ്ധി എന്നുള്ളതാണ്, പ്യൂരിറ്റി എന്ന്, വിശുദ്ധി പ്രാപിക്കുക. അപ്പൊ വിശുദ്ധി പ്രാപിച്ചില്ലെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ വിശുദ്ധി പ്രാപിച്ചില്ല ദൈവത്തെ കാണില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞിട്ട് ഈ അഭിഷേകവും ഭാഷാപരം പറഞ്ഞുകൊണ്ട് ഞാനൊരു കുരുവിയുടെ കഥ പറയുന്ന പോലെ കൂട്ടി കിടക്കുമ്പോഴും ഈ ഭാഷാപരം പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു തവണ ഞാനൊരു പണ്ടൊരു സഭയിൽ പോയപ്പോൾ അവിടെ ഒരു സെൻട്രൽ പാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. സെൻട്രൽ പാസ്റ്റർ ഒരു കേസ് പറഞ്ഞതാ. ഈ സെൻട്രൽ പാസ്റ്റർ വേറൊരു സഭയിൽ പോയി. അപ്പൊ ഈ അവിടുത്തെ പാസ്റ്ററിനെ കുറിച്ച് ഒത്തിരി കംപ്ലൈന്റ് കിട്ടിയിട്ട് അങ്ങനെ സഭയുടെ ശുശ്രൂഷയിൽ നിന്ന് സഭയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇങ്ങനെ പോയേക്കുന്നു. അപ്പൊ ആരാധന കഴിഞ്ഞിട്ട് ഇത് ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഭയിൽ ഏറ്റവും കൂടുതൽ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ പുറത്താക്കപ്പെടാനിരിക്കുന്ന പാസ്റ്ററാണ്. അപ്പൊ ഈ ഭാഷാപരം കഴിഞ്ഞ് ആരാധനയെല്ലാം കഴിഞ്ഞ് അങ്ങനെ സഭയിൽ നിന്നും പുറത്താക്കി, അങ്ങനെ ശുശ്രൂഷയിൽ നിന്നും പുറത്താക്കി. പക്ഷെ ഈ ആരാധനയിൽ ഭയങ്കര ഭാഷാപരമായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഭാഷാപരം പറഞ്ഞ് ഈ ഭാഷാപരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നരകത്തിലേക്കായിരിക്കും. കുരുവി കൂട്ടിൽപ്പെട്ടേക്കുന്ന പോലെ, പക്ഷിക്കൂട്ടിപ്പെട്ടേക്കുന്ന പോലെ ഈ ഭാഷാപരം പറഞ്ഞ് അങ്ങോട്ട് കടന്നു പോകേണ്ടി വരും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം അവൻ അത് നിറവേറ്റും. ഹീബ്രൂസ് 12:10 വായിക്കുമ്പോൾ നമ്മൾ എടുത്തതായതുകൊണ്ട് അതുകൊണ്ട് വായിച്ചു. അപ്പൊ ബാലശിക്ഷയുടെ വൺ വേർഡ് പർപ്പസ് എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. ഈ വിശുദ്ധിയിലേക്കാണ് പരിശുദ്ധാത്മാവ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചെവിയിൽ. ആ മന്ത്രിക്കുന്ന ശബ്ദം അനുസരിച്ചാല് ഒരു ബാലശിക്ഷയും ജീവിതത്തിൽ ഒരിക്കലും വരില്ല. വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഒരു ബാലശിക്ഷ വാങ്ങിക്കാതെ ലോകത്തിൽ കർത്താവ് മാത്രമേ ഉള്ളൂ. 12:10 വായിക്കുമ്പോൾ അവർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു കാലം നമുക്ക് ശിക്ഷണം നൽകി, അവനോ അവന്റെ വിശുദ്ധിയിൽ നാം പങ്കുകാരാകാൻ നമ്മുടെ നന്മയ്ക്കായി നമുക്ക് ശിക്ഷണം നൽകി. ഏത് ശിക്ഷണവും തൽക്കാലം സന്തോഷകരമല്ല, വേദനാജനകമാണ്. പിന്നീട് അങ്ങനെ പരിശീലനം നേടിയവർക്ക് അത് നീതിയുടെ സമാധാന ഫലം നൽകും. അതെ. അപ്പൊ ഇത് നമുക്ക് കർത്താവ് അനുവദിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുന്നവർക്ക് അത് പിന്നീട് സമാധാന ഫലം കൊണ്ടുവരും. അല്ലാത്തവര് ഇതിൽ നിന്ന് ഔട്ടായി പോകും, അല്ലെങ്കിൽ നാശത്തിലേക്ക് ആയി പോകും. അപ്പൊ അതിൽ പറഞ്ഞേക്കുന്നേ എന്തിനു വേണ്ടിയാ ബാലശിക്ഷ? എന്തിനു വേണ്ടിയാ? അവന്റെ വിശുദ്ധിയിൽ നാം പങ്കുകാരാകാൻ വേണ്ടി. നമ്മുടെ വിശുദ്ധി എന്നല്ല, വേറെ ആരുടെയും വിശുദ്ധി അല്ല, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച വിശുദ്ധിയിൽ പങ്കുകാരാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വിശുദ്ധിയിൽ പങ്കുകാരാകാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ഓരോ സ്റ്റെപ്പും ഇന്ന് ഇങ്ങനെ ജീവിച്ചാൽ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട കോഴ്സ് കംപ്ലീറ്റ് ആയി. ആ കോഴ്സ് അതുപോലെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇങ്ങനെ പോയി നമ്മൾ കർത്താവിന്റെ വിശുദ്ധിയിൽ പങ്കുകാരായി ഒരു ദിവസം കർത്താവിനോട് കൂടി ചേരും. അപ്പൊ നമ്മൾ തല തിരിഞ്ഞു കഴിയുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് അവന്റെ വിശുദ്ധിയിൽ നാം പങ്കുകാരാകാൻ വേണ്ടി ബാലശിക്ഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബാലശിക്ഷയും അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അല്ലാതെ ബാലശിക്ഷ എന്ന് പറയുന്നത് തന്നെ ശരി, പിള്ളേർക്കിട്ട് നമ്മൾ അടി കൊടുക്കും, പിള്ളേർ കരയുന്ന എന്താ വേദന എടുത്തിട്ടാണ്. സെയിം വേ എല്ലാ ബാലശിക്ഷയും വേദനാജനകം. അപ്പം നമ്മൾ ജനറലി സ്പീക്കിംഗ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേദനയുള്ള, ദുഃഖമുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ വന്നാൽ ഇഫ് യു ആർ ഏബിൾ ടു റൈറ്റ്ലി ഡയഗ്നോസ് ചെയ്യാൻ പഠിച്ചാൽ അത് ബാലശിക്ഷയാണ്. കാരണം മക്കളുടെ കണ്ണീരിൽ പിതാവിന് സന്തോഷമില്ല. മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയാവുന്ന പിതാവ് ഈ മകൻ ഒരു ദുഃഖം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാലശിക്ഷ വേറെ ഒരു രീതിയിലും വരത്തില്ല. അപ്പൊ ബാലശിക്ഷയെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന ഒരു പെൺകൊച്ചിന് ഒരു തവണ അസുഖം പിടിച്ചപ്പോൾ അത് ബാലശിക്ഷയാന്ന് പറഞ്ഞു. പിന്നെ ദൈവം ബാലശിക്ഷ ചെയ്യില്ല, മക്കളെ ദൈവം ബാലശിക്ഷ ചെയ്യില്ല. ആൻഡ് ഇറ്റ് ഇസ് ബിക്കോസ് അവർ ലാക്ക് ഓഫ് നോളജ് ഓഫ് ദി സ്ക്രിപ്ചർ. തിരുവഴുത്ത് പഠിക്കാത്തതുകൊണ്ട്. ബാലശിക്ഷ എന്ന് പറയുന്നത് ബൈബിളിൽ ഒരു മേജർ ടോപ്പിക്. അപ്പൊ നമുക്ക് നമ്മൾ ഈ എന്താ പറയുന്നത്, ശരീരശാസ്ത്രം പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചില ഓർഗൻസ് അങ്ങ് വിട്ടുകളഞ്ഞത് ബ്രെയിൻ അങ്ങ് വിട്ടുകളയുന്ന പോലെ. ബാക്കിയുള്ളതൊക്കെ പഠിച്ചു, കിഡ്നി അല്ല കൈയും കാലും ഒക്കെ പഠിച്ചു, ബ്രെയിൻ അങ്ങ് ചോയ്സിൽ വിട്ടു, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല എന്ന് പറഞ്ഞ് വിടുന്ന പോലെ ബാലശിക്ഷ വേണ്ടാന്ന് വെക്കുന്നത്. കാരണം നമ്മളെ പേഴ്സണലി ഏറ്റവും കൂടുതൽ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. ഇതെല്ലാം കാരണം ഇനിയിപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ബാലശിക്ഷയല്ല. വി ആർ ഗെറ്റിംഗ് എസ്കേപ്പ് ഫ്രം ദാറ്റ്. അതിന് മുമ്പുണ്ടായിരുന്ന രോഗങ്ങളുണ്ട്, നാശങ്ങളുണ്ട്. എന്നാൽ നമ്മൾ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ഇറ്റ് ഇസ് യുവർ ഡ്യൂട്ടി ടു ഇൻട്രോസ്പെക്ട്. ബുദ്ധിമാനായിട്ടുള്ള സോളമൻ പറഞ്ഞു, കഷ്ടദിനം വരുമ്പോൾ ചിന്തിക്കൂ. യാക്കോബ് പറഞ്ഞു, ദുഃഖം വരുമ്പോൾ അല്ലെങ്കിൽ ദുഃഖാനുഭവങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കൂ. സന്തോഷാനുഭവങ്ങൾ വരുമ്പോൾ സ്തോത്രം എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? എന്താ ലിസി?
യാക്കോബ്, റെഫറൻസ് യാക്കോബ്. സ്ക്രിപ്റ്റ് നമ്മൾ അല്ല ഈ എഴുതിയ സ്ഥലം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ സന്തോഷത്തിന്റെ അനുഭവത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാലേ അത് ചെയ്യാൻ പറ്റും. സന്തോഷത്തിന്റെ അനുഭവം വരുമ്പോൾ എന്ത് ചെയ്യാൻ യാക്കോബ് പറഞ്ഞു? എന്താ ലിസി? യാക്കോബ് 5:13. നിങ്ങളിൽ യാതന സഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അയാൾ പ്രാർത്ഥിക്കട്ടെ. സന്തുഷ്ടനായി ആരെങ്കിലും ഉണ്ടോ, അയാൾ സ്തോത്രം ആലപിക്കട്ടെ. അതെ, അത് രണ്ടും വരും ജീവിതത്തിൽ. അതായത് ഭൂമിയില് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പർപ്പസ് മനുഷ്യന്റെ ഒരു മെസ്സേജാണ്. അതായത് ഇതിനകത്ത് വെളിച്ചമുണ്ട്, ഇരുട്ടുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് മനുഷ്യ ജീവിതത്തിൽ. അല്ലാതെ ഈ ഭൂമിയിൽ ദുഃഖം ഇല്ലാന്ന് അപ്പസ്വലന്മാർ പഠിപ്പിച്ചില്ല. നിങ്ങൾ അനേകം കഷ്ടങ്ങളിലൂടെ നിത്യതയിൽ പ്രവേശിക്കേണ്ടതെന്ന് അപ്പസ്വലന്മാർ പഠിപ്പിച്ചു. അപ്പൊ കഷ്ടമില്ലാന്ന് പഠിപ്പിക്കുന്നത് ആ സുവിശേഷം, കള്ള സുവിശേഷം, ക്രിസ്തു വേറെ ക്രിസ്തു, ആത്മാവും, ഇതിനെക്കുറിച്ചൊക്കെ അപ്പസ്വലന്മാർ വാൺ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മാതൃകയുള്ളൊരു ക്രിസ്ത്യ ജീവിതം നയിക്കണമെങ്കിൽ ഫസ്റ്റ് ലെസൺ ABCD എന്ന് പറയുന്നത് സ്ക്രിപ്ചർ പഠിക്കുക എന്നുള്ള. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്റ്റായിട്ട് വരുന്നത് മാത്രമേ നമുക്ക് എന്താ പറയുന്നത് ദൈവികമായിട്ടുള്ള ക്വാളിറ്റീസ് എന്ന് പറയാൻ പറ്റും. ഷജൻ ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്ക് ചിന്തിച്ചിട്ട് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ സമയം എടുക്കാം. നമ്മൾ ചിന്തിക്കുന്ന ടോപ്പിക് വലിയ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഗ്രേറ്റ് സാൽവേഷൻ, സച്ച് എ ഗ്രേറ്റ് സാൽവേഷൻ. നമ്മൾ ചിന്തിക്കാൻ എടുക്കണ്ട. ഹീബ്രൂസ് 2:3 ഇത്ര വലിയ രക്ഷ. അപ്പൊ അവിടെ വാൺ ചെയ്തിരിക്കുന്ന ഇത്ര വലിയ രക്ഷയെ അവഗണിച്ചാലെന്നാണ്. അതായത് ഇഫ് യു ആർ നെഗ്ലക്റ്റിംഗ്, നമ്മൾ റിജക്റ്റ് ചെയ്യുന്നവരല്ല, കാരണം നമുക്ക് കുറച്ച് ദൈവഭയം ഉള്ളതുകൊണ്ട്, ദൈവസ്നേഹത്തെക്കാൾ ഉപരി ദൈവഭയം ഉള്ളതുകൊണ്ട്. കാരണം നിയമത്തിൽ മുഴുവൻ ഇസ്രായേൽക്കാർ ദൈവത്തെ അനുസരിച്ചിരുന്നത് സ്നേഹത്തിൽ നിന്നല്ല, ഭയത്തിൽ നിന്നാണ്. പറഞ്ഞിട്ടുണ്ട് ഡ്യൂട്രോമി 28 ഒക്കെ വായിക്കുമ്പോൾ അറിയാം. അത് ചെയ്തില്ല നിനക്ക് രോഗം പിടിക്കും, ക്ഷയം പിടിക്കും, മൂലക്കുരു പിടിക്കും, ഭ്രാന്ത് പിടിക്കും, പിന്നെ ബാക്കിയുള്ളവർ നിങ്ങൾ കീഴടക്കും, കടക്കിണി വരും, അത് വരും, ഇത് വരും. അപ്പൊ അവർക്ക് പേടിയായിരുന്നു അനുസരിക്കാതിരിക്കാൻ. എന്നാൽ ന്യൂ ടെസ്റ്റാമെന്റിൽ വന്നപ്പോൾ ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. കർത്താവ് പറഞ്ഞു പേടിച്ചിട്ട് ആരും അനുസരിക്കണ്ട, എന്നെ സ്നേഹിക്കുന്നവൻ, അതെ, സ്നേഹിച്ചിട്ടുള്ള അനുസരണം മാത്രം മതി. നല്ല ഹൃദയത്തിൽ നിന്നല്ലാത്ത ഒന്നിനും ദൈവം ഒരു വാഴിയും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ മിശിഹായുടെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എടുക്കണ്ട. ജോൺ ദി ബാപ്റ്റിസ്റ്റിന്റെ ജനനത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് സക്കറിയ പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർഡ് ആയിട്ട് പറയുന്നുണ്ട്, ജീവിതകാലത്ത് മുഴുവൻ ഉണ്ടായിരുന്ന ഭയത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ജീവിതകാലം മുഴുവൻ ഓൾഡ് ടെസ്റ്റാമെന്റിൽ അവർ പേടിച്ച ജീവിച്ച ദൈവത്തെ. ഇന്നും ദൈവത്തെ നമുക്ക് നമ്മുടെ പ്രൈമറി ഇമോഷൻ, അതുകൊണ്ട് ഫിയർ ഓഫ് ഗോഡ് വേണ്ടെന്നല്ല, നമ്മുടെ പ്രൈമറി ഇമോഷൻ, നമ്മുടെ എല്ലാ ഗുഡ് വെർച്യൂസിന്റെയും ഡ്രൈവിംഗ് ഫോഴ്സ് സ്നേഹമായിരിക്കും, കർത്താവിനോടുള്ള സ്നേഹം. ജോസഫ് പറയുന്നുണ്ട്, ഈവൻ ദോ ഇൻ ഓൾഡ് ടെസ്റ്റാമെന്റ്, എന്റെ ദൈവത്തിനെതിരെ ഞാൻ എങ്ങനെ പാപം ചെയ്യും? അല്ലെങ്കിൽ പേടിക്കുന്നവരാണെങ്കിൽ മനുഷ്യനെ പേടിച്ചിട്ടായിരിക്കും എന്തെങ്കിലും, മനുഷ്യനെ ദൈവത്തെയൊക്കെ പേടിച്ചിട്ടായിരിക്കും ചെയ്യും. ഇല്ല, ആൾക്കാർ മനുഷ്യനെ കാണിക്കാതെ പാപം ചെയ്യാൻ അവസരം കിട്ടിയാൽ ചെയ്യും. കാരണം അവർക്ക് പേടിയാണ്. അപ്പം സുരക്ഷിതമായിട്ടുള്ള സാഹചര്യം കിട്ടിയാൽ എന്ത് തെറ്റും ചെയ്യും. എന്നാലും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം. അപ്പൊ ഇത്ര ഗ്രേറ്റ് സാൽവേഷൻ നമ്മളാരും റിജക്റ്റ് ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്ത്യൻ ലൈഫ് അല്ലെ കർത്താവിന് വേണ്ടിയുള്ള ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാറുണ്ടോ എന്ന് ആലോചിച്ചു. നെഗ്ലക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഗോയിങ് ഇൻ ദി റോങ് വേ. നമ്മളിതിങ്ങനെ ബാക്ക് വേഴ്സ് ആയി പോയിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് നീതിമാന്റെ പാത ഉദയസൂര്യന്റെ പാത പോലെ ആയിരിക്കും. ഇന്നലത്തേക്കാൾ ഇന്ന് ബെറ്റർ ആയിരിക്കും. ഇന്നലത്തേക്കാൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഇന്ന് ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോകുന്നുണ്ട്. കാരണം ഇതിനകത്തൊരു സ്റ്റാറ്റിക് കണ്ടീഷൻ ഇല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കുക. ഈ ജഡ്ജസിന്റെ ബുക്ക് എടുക്കുമ്പോൾ ജഡ്ജസ് ചാപ്റ്റർ 5 അവിടെ ജഡ്ജസ് 5:23 വായിക്കുമ്പോൾ ഭാഗം വായിക്കും.
കർത്താവിന്റെ മാലാഖ പറയുന്നു. ഈ കർത്താവിന്റെ മാലാഖ എന്ന് ഓൾഡ് ടെസ്റ്റാമെന്റിൽ എഴുതിയേക്കുന്നതെല്ലാം ദി പ്രീ ഇൻകാർണേറ്റഡ് സെക്കൻഡ് പേഴ്സണാലിറ്റി ഓഫ് ദി ട്രിനിറ്റിയ, അതായത് യേശു ക്രിസ്തുവാണ്. അതായത് പ്രീ ഇൻകാർണേറ്റഡ് സെക്കൻഡ് പേഴ്സണാലിറ്റി ഓഫ് ദി ട്രിനിറ്റി ആണ് ഈ കർത്താവിന്റെ മാലാഖ എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞേക്കുന്നതല്ല. ഇറ്റ്സ് നോട്ട് ആൻ ഏഞ്ചൽ, ഇറ്റ് ഈസ്. അതുകൊണ്ടാണ് കർത്താവിന്റെ മാലാഖ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ കുറിച്ചാണ്. ഇവിടെ കർത്താവിന്റെ മാലാഖ പറയുന്നു, മേറോസിനെ ശപിക്കുക, അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക. കാരണം ബലവാന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ കർത്താവിന്റെ സഹായത്തിന് അവർ വന്നില്ല. അതെ, അവർ ചെയ്ത ഒരു തെറ്റുമല്ല, അവർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ചെയ്തില്ല എന്നുള്ളതായിരുന്നു മോറോസിനെ ശപിക്കാൻ കർത്താവിന്റെ മാലാഖ പറയുന്നതാണ് കാര്യം. അപ്പൊ നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓക്കെ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. എങ്ങനെ സാധാരണ പറയുന്നതാണ്, ഇപ്പൊ എങ്ങനെ പോകുന്നു ചോദിച്ചാൽ ഇപ്പൊ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു, ക്ഷേമമായിട്ടും ഐശ്വര്യമായിട്ടും ഒക്കെ പോകുന്നു. നോ, അങ്ങനെ ഒരു ക്ഷേമം ഐശ്വര്യം കുഴപ്പമില്ലാതെ പോകുന്നത് കുഴപ്പമാണ്. അവിടെ മേറോസിനെ ശപിക്കുക, അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക പറയുന്നത് യേശുക്രിസ്തു ആണ്. പ്രീ ഇൻകാർണേറ്റഡ് സെക്കൻഡ് പേഴ്സണാലിറ്റി. നമ്മൾ പറയുന്നില്ല, അബ്രാഹത്തെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്, എന്റെ ദിനങ്ങളിൽ ഒന്ന് കാണാമെന്ന് അബ്രാഹം പ്രത്യാശിച്ചു, അവനത് കാണുകയും ചെയ്തു. കണ്ടില്ല എന്നാണ് ഋഷി, നേരെ ഓപ്പോസിറ്റാ പറയുന്നത്. അവനത് കാണുകയും ചെയ്തു. വായിച്ചിട്ടില്ലേ? കർത്താവ് ചോദിക്കുന്നില്ല, ഇതൊന്നും വായിച്ചിട്ടില്ലേ അല്ല, ഞാൻ ചോദിക്കാം, വായിച്ചിട്ടുണ്ടോ ദീപ്? ഇതൊന്നും വായിച്ചിട്ടില്ലേ? ബിനു അടിയിലോട്ട് നോക്കുക, ഞാൻ ചോദിക്കാതിരിക്കാൻ വേണ്ടി. ഇതൊന്നും വായിച്ചിട്ടില്ലേ? ലിൻഡ് വായിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം എത്ര ദുഃഖകരമാണ്. ജോലി വായിച്ചിട്ടുണ്ട് ഇതൊക്കെ? ഷെറിൻ വായിച്ചിട്ടുണ്ടോ? ഷെറിൻ ചോദിച്ചിട്ടെങ്കിലും പറയുന്നില്ല. വായിച്ചിട്ടുണ്ടോ? ഇത് സുവിശേഷ ജോൺ ചാപ്റ്റർ 5 അല്ല 8 ഇത് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? ജോൺ ചാപ്റ്റർ 8 ഒന്നും. കാരണം ഇപ്പൊ പഴയ നിയമത്തിൽ വലിയ എന്താ പറയുന്നത്, സ്റ്റെഫാനിയോ ഹബക്കൂക്കോ നഹൂം ഒക്കെയാണ് ഈ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം വായിച്ചിട്ടില്ല, അതിനകത്തുള്ളൊരു കാര്യം ചോദിച്ചിട്ട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ദുഃഖകരമെന്നേ പറയാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്. ജോൺ ചാപ്റ്റർ 8 8 പെട്ടെന്ന് വായിക്കാം. അതിന്റെ ബാബു 54 തുടങ്ങി വായിച്ചു പോകും. യേശു മറുപടി പറഞ്ഞു, ഞാൻ സ്വയം മഹത്വപ്പെടുത്തുന്നെങ്കിൽ എന്റെ മഹത്വം ഒന്നുമല്ല, എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. ഞങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ വിളിക്കുന്നവൻ, എന്നാൽ നിങ്ങൾ അവനെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവനെ അറിയുന്നു. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെ പോലെ നുണയനാകും. ഞാൻ അവനെ അറിയുന്നു, അവന്റെ വചനം പാലിക്കുന്നു. എന്റെ ദിവസം കാണാം എന്ന പ്രത്യാശയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു, അയാൾ അത് കണ്ടു സന്തോഷിച്ചു. അപ്പോൾ യഹൂദർ അവനോട് പറഞ്ഞു, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, എന്നിട്ട് നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാമിന് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. യേശു ആകട്ടെ മറവിൽ ദേവാലയത്തിൽ നിന്ന് പുറത്തു കടന്നു. അതേ കണ്ടീഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതായത് ഇവിടെ എഴുതിയേക്കുന്ന കൃത്യമായിട്ട് എഴുതിയേക്കാണ്, എന്റെ ദിവസം കാണാമെന്ന പ്രത്യാശയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു, അയാൾ അത് കണ്ടു സന്തോഷിച്ചു. അപ്പൊ നമുക്ക് യഹൂദർക്ക് സംശയം ഉണ്ടായി, ഇവന് 50 വയസ്സ് പോലും ആയിട്ടില്ല. അബ്രാഹാം അവരെയൊക്കെ 2000 years ബാക്കാ, ഈ കർത്താവിനൊക്കെ 2000 years ബാക്കാ. അപ്പൊ അവര് നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല. നിക്കോദേമസ് ചോദിച്ച പോലെ ഇനി ഒരാളെങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കയറിയിട്ട് രണ്ടാമതും ജനിക്കുന്നതെന്ന് ചോദിക്കും. ദാറ്റ് ഈസ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഇൻ ദോസ് ഡേയ്സ്. ഇന്നത്തെ ഡേയ്സിലോ ആ കണ്ടീഷനാണോ? ആണോ ബാബു? അതിനേക്കാൾ മെച്ചമാണോ മോശമാണ്? മെച്ചമല്ല, മോശം. അതിനേക്കാൾ വളരെ മോശം. യഹൂദർ അവര് തിരുവെഴുത്ത് പരിശോധിക്കുന്നവരായിരുന്നു. അവര് വളരെ പരീശന്മാരെന്നൊക്കെ പറഞ്ഞ് തിരുവെഴുത്ത് കടുക് എണ്ണി ദശാംശം കൊടുക്കുന്നവരായിരുന്നു. നമ്മൾ നോക്കുക, ഇത്രയേറെ ദൈവത്തെ നെഗ്ലക്ട് ചെയ്ത് ജീവിച്ചിട്ടും നമ്മുടെ എല്ലാം ലോകത്തിൽ ഒരു മനുഷ്യൻ നരകത്തിൽ പോകുന്ന പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആരുമില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും വിളിച്ച് ചോദിച്ചു നോക്ക്, മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുന്നു ചോദിച്ചു, നരകത്തിൽ പോകുന്ന ഒരു മനുഷ്യനും പറയും എല്ലാവരും സ്വർഗത്തിൽ പോകുന്നു വിചാരിച്ചാൽ ജീവിക്കുന്നത്. നമ്മളും അങ്ങനെ വിചാരിച്ച ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് കർത്താവിനെ കുറിച്ചുള്ള കാര്യം ഒഴികെ ലോകത്തിലുള്ള സകല കാര്യം അറിയാം. ഇതിലെഴുതിയിരുന്നു. എന്നിട്ട് ആ ദിവസം കണ്ടു. അപ്പൊ അവര് ചോദിച്ചു, നിനക്ക് 50 വയസ്സായിട്ടില്ല, എന്നിട്ട് നീ അബ്രാഹത്തെ കണ്ടെന്നു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹമിന് മുമ്പ് ഞാൻ ഉണ്ട്. ഇതാണ് പ്രീ ഇൻകാർണേറ്റഡ് സെക്കൻഡ് പേഴ്സണാലിറ്റി ഓഫ് ദി ട്രിനിറ്റിയ. ഈ ജെനിസിസ് 18 എടുക്കുമ്പോൾ
വായിച്ചു ഒന്നുകൂടി 2 സെന്റൻസ് വായിച്ചാൽ മതി. മമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപത്ത് കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷനായി. ഇതാണ് സംഭവം. കർത്താവ് പ്രത്യക്ഷപ്പെടുക മാത്രമാണ് ഇത്. വീട്ടിൽ വന്ന് ചപ്പാത്തിയും ഇറച്ചിയും ഒക്കെ കഴിച്ചിട്ട് പോയത്. ഇതാണ് 2 സെന്റൻസ് പെട്ടെന്ന് വായിച്ചെങ്കിൽ വെയിലുറച്ചപ്പോൾ അയാൾ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അബ്രഹാം തല ഉയർത്തി നോക്കി. അതാ 3 പുരുഷന്മാർ മുമ്പിൽ നിൽക്കുന്നു. അവരെ കണ്ടപ്പോൾ അബ്രഹാം കൂടാരവാതിക്കൽ നിന്ന് അവരെ സ്വീകരിക്കാൻ ഓടിച്ചെന്ന് സാഷ്ടാംഗം വീണ് പറഞ്ഞു, പ്രഭോ, എന്നിൽ പ്രസാദം തോന്നുന്ന പക്ഷം നിന്റെ ദാസനെ കടന്നു പോകരുതേ. കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. കാലുകൾ കഴുകി നിങ്ങൾ മരത്തണലിൽ വിശ്രമിച്ചാലും ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം. ക്ഷീണം പോക്കിയിട്ട് നിങ്ങൾക്ക് യാത്ര തുടരാം. നിങ്ങളുടെ ദാസന്റെ അടുക്കൽ നിങ്ങൾ വന്നിരിക്കുകയാണല്ലോ. നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. അബ്രഹാം വേഗത്തിൽ കൂടാരത്തിനകത്ത് ചെന്ന് സാറായോട് പറഞ്ഞു, നീ വേഗം 3 ഇടങ്ങഴി നല്ല മാവ് എടുത്ത് കുറച്ച് അപ്പം ചുടുക. അബ്രഹാം നീ വേഗം 3 ഇടങ്ങഴി നല്ല മാവ് എടുത്ത് കുഴച്ച് അപ്പം ചുടുക. അബ്രഹാം ഓടിച്ചെന്ന് കാലിക്കൂട്ടിൽ നിന്ന് ഇളം പ്രായത്തിലുള്ള ഒരു നല്ല കാളക്കുട്ടിയെ പിടിച്ച് ദാസനെ ഏൽപ്പിച്ചു. അയാൾ അതിനെ വേഗത്തിൽ പാകപ്പെടുത്തി. അബ്രഹാം എണ്ണയും പാലും പാകം ചെയ്ത മൂരിയിറച്ചിയും കൊണ്ടുചെന്ന് അവരുടെ മുമ്പിൽ വെച്ചു. അവർ ഭക്ഷിക്കുമ്പോൾ അയാൾ മരത്തണലിൽ സമീപത്ത് തന്നെ നിന്നു. എന്തൊരു ഡയറ്റ് ആയിരുന്നു. എന്തൊക്കെയാ? ചപ്പാത്തി, നല്ല ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞ ബട്ടറൊക്കെ ഇട്ട മാലൊക്കെ കഴിച്ചിട്ടുള്ള നല്ല സുന്ദരമായിട്ട്. അപ്പൊ ഈ അബ്രാഹവും ഇതാണ് ഇതിനെ കുറിച്ച് അവിടെ കർത്താവ് പറയുന്നത്. അബ്രാഹാം അതിനെ കണ്ടിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ചാപ്പാട് കഴിച്ചിട്ടുണ്ട്, മൂലിയിറച്ചി കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് പക്ഷെ ഈ സംഭവം നമുക്കറിയത്തില്ല. നമ്മൾ പറയാറുള്ള പോലെ ഒസാമ ബിൻ ലാദൻ എവിടെ കൊല്ലപ്പെട്ടതെന്ന് ചോദിച്ചാൽ എവരിബഡി നോസ്, അറിയില്ല പോകും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിനെ കുറിച്ച് ദുഃഖിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവിനെ കുറിച്ചുള്ള കാര്യം നമുക്ക് അറിയില്ല. ഏത് 18-ന്റെ 1 വായിച്ചേക്ക്. 3:18-1 വായിച്ചേക്ക്. അത് ഈ അടിയിലോട്ട് വായിച്ചു വരുമ്പോ അതിനകത്ത് ഒരാൾ ഈ കർത്താവ് തന്നെയാണ്. അതിന് വായിച്ചു വെക്കാൻ ഈ സ്വതം കൊമോറ നശിപ്പിക്കാൻ വരുന്ന ആ സംഭവം. ട്രിനിറ്റി ഒന്നുമല്ല. ട്രിനിറ്റി ഒരിക്കലും പ്രത്യേകിച്ച് ഓൺലി സെക്കൻഡ് പേഴ്സണാലിറ്റി. ട്രിനിറ്റി ദൈവം പിതാവായ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, കാണാൻ പറ്റും. അല്ല, ഷാജ മുഴുവൻ വായിച്ചു നോക്ക്. 18-19 അധ്യായം വായിച്ചു നോക്ക്. അത് കർത്താവിനോട് സംസാരിക്കുന്ന അബ്രഹാം. അല്ലെ നമ്മളിപ്പോ കഴിയുമ്പോൾ ചെയ്യും. അല്ലെങ്കിൽ ആ സ്ഥലം ഒന്ന് വായിച്ചു നോക്ക്. അല്ല, എനിക്ക് ഒരു സെക്കൻഡ് പെട്ടെന്ന് കാണിച്ചു തരാം. 16 മണി വായിച്ചു ഷാജ. 18-ന്റെ 16 മണി. അല്ല 16 തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് വായിച്ചു. 9 തുടങ്ങി വായിച്ചു. ഷാജൻ പെട്ടെന്ന് വായിച്ചു. ഇപ്പൊ മൂലിയിറച്ചി തിന്ന കാര്യം വരെ ആയിട്ടുള്ളൂ. 9 തുടങ്ങി വായിച്ചു. അല്ലെ ബാബു വായിച്ചു എല്ലാവരും. നിന്റെ ഭാര്യയായ സാറ എവിടെയെന്ന് അവർ അബ്രഹാമിനോട് ചോദിച്ചു. അവൾ കൂടാരത്തിലുണ്ട് എന്ന് അയാൾ പറഞ്ഞു. കർത്താവ് അയാളോട് അരുളി ചെയ്തു. ഞാൻ വായിച്ചു കൂടുതൽ വായിച്ച് നമ്മുടെ സമയം മുഴുവൻ പോകും. കർത്താവായിട്ട് കൺവെർസേഷൻ മുഴുവൻ. കർത്താവ് അയാളോട് അരുളി ചെയ്തു. എന്നാൽ 2 സെന്റൻസോടെ പെട്ടെന്ന് വായിച്ചു. ഞാൻ അടുത്ത വത്സരം ഈ സമയത്ത് തീർച്ചയായും നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോഴേക്കും നിന്റെ ഭാര്യ സാറായിക്ക് ഒരു പുത്രൻ ജനിക്കും. അയാളുടെ പിന്നിലായി കൂടാരവാതിക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രഹാം സാറയും വയോവൃദ്ധരായിരുന്നു. സാറായിക്ക് ആർത്തവം നിലച്ചിരുന്നു. തന്മൂലം സാറ ഉള്ളിൽ ചിരിച്ച് ആത്മഗതമായി പറഞ്ഞു, ഞാൻ വൃദ്ധയായിരിക്കുന്നു. എന്റെ ഭർത്താവ് വൃദ്ധനായി കഴിഞ്ഞു. ഇനി എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ? കർത്താവ് അബ്രഹാമിനോട് ചോദിച്ചു. പുരുഷന്മാരെന്ന് പറഞ്ഞേക്ക് കർത്താവ് അബ്രഹാമിനോട് ഇത് ക്ലിയർ ആയിട്ട് ഫേമസ് സംഭവമല്ലേ, സ്വതം കൊമോറ നശിപ്പിക്കുന്ന സംഭവം. കർത്താവ് അബ്രഹാമിനോട് ചോദിച്ചു. അപ്പൊ ഈ കർത്താവ് എന്ന് പറഞ്ഞല്ല വന്നേ, ഇത് നമുക്ക് എഴുതി കിട്ടിയേക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഹീബ്രൂസ് 13 എടുക്കുമ്പോ 13:1-2 വായിക്കുമ്പോ സഹോദര സ്നേഹം നിലനിർത്തുക, അന്യർക്ക് ആതിഥ്യം അരുളാൻ മടിക്കരുത്, അതുവഴി മാലാഖമാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട്. ഈ സംഭവമാണ് ഈ എഴുതിയേക്കുന്നതെന്ന് പറയുന്നത്, ഹീബ്രൂസിൽ എഴുതിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സൽക്കാരം കുറയ്ക്കരുത്. ചിലപ്പോ നമ്മളാന്ന് വിചാരിച്ച് വരുമ്പോ ചിലപ്പോൾ മാലാഖയായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം?
അതിപ്പോ നമ്മുടെ കുഴപ്പമാണ്, യഹൂദരുടെ കുഴപ്പമില്ല. അപ്പൊ ഈ പ്രീ ഇൻകാർണേറ്റഡ് എല്ലാം നോക്ക്, ഈ എക്സോഡസ് 23 എടുത്തു നോക്കി. അല്ലെന്ന് ടെല്ലിങ് കർത്താവിന്റെ മാല, നമ്മളിപ്പോ ചിന്തിച്ച് ജഡ്ജസ് 5 കർത്താവിന്റെ മാലാഹാരം ചെയ്യുന്നു പറഞ്ഞേക്കുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ ഏഞ്ചൽ. എക്സോഡസ് 23 എടുത്തു നോക്കി, അത് ഇച്ചിരി ക്ലിയർ ആണ്. സംശയം 20 തുടങ്ങി വായിച്ചു. 23:20 അല്ലെ? ശ്രദ്ധിച്ചാൽ മതി, ഭാഗം 23:20 തുടങ്ങി വായിച്ചു. ഇതാ യാത്രയിൽ നിന്നെ കാത്തു രക്ഷിക്കാനും നിനക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ നയിക്കാനുമായി ഒരു മാലാഖയെ നിനക്ക് മുമ്പിൽ ഞാൻ അയക്കുന്നു. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന ആരെ അയക്കുന്നു? മാലാഖ. ഇനി ആ മാലാഖയുടെ ആട്രിബ്യൂട്ടിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഹൂ ഹി ഈസ്. അവനെ ശ്രവിക്കുക, അനുസരിക്കുക, അവനെ ചെറുക്കരുത്, നിങ്ങളുടെ അതിക്രമങ്ങൾ അവൻ പൊറുക്കുകയില്ല. ഏത് മാലാഖയ്ക്കാണ് പാപം പൊറുക്കാൻ ദൈവം അധികാരം കൊടുത്തിട്ടുള്ളത്? You tell me. That is the second personality of the Trinity. No angel can forgive sin. പാപം പൊറുക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. അതുകൊണ്ടല്ല ഈ ടൈൽസ് ഇളക്കിയിട്ട് ഒരു തളർവാദ രോഗി ഇറക്കി കർത്താവ് പറഞ്ഞു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ യഹൂദര് പറഞ്ഞു എടാ പാപങ്ങൾ ക്ഷമിക്കുന്ന ഇവനാര്? ദൈവദൂഷണം പറയുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രന് ഭൂമിയിൽ പാപമോചന അധികാരം ഉണ്ട് എന്ന് കാണിക്കേണ്ടത് തളർവാദ രോഗിയോട് കർത്താവ് പറഞ്ഞു നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. ആ പേഴ്സണാലിറ്റി തന്നെയാണ് ഈ കാണുന്ന ഓൾഡ് ടെസ്റ്റാമെന്റിൽ കാണുന്ന. വേറൊരു സ്ഥലത്ത് ഗിദിയോനല്ല, ജോഷുവയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ജോഷുവ ചാപ്റ്റർ 5. അതോടെ ഒന്ന് നോക്കി. കാരണം ഇതൊക്കെ ബൈബിളിലെ ബേസിക് ലെസൺസ് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പറയാൻ പറ്റും. ജോഷുവ ചാപ്റ്റർ 5 പിന്നെ വേറൊരു ഇതെന്ന് പറയുന്നത് ഈ മാലാഖ ഈ സെക്കൻഡ് പേഴ്സണാലിറ്റി പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമേ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമായാൽ ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്ന് പറയുന്നത് ഈ കർത്താവ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നിടത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മൈക്കിളോ മിഖായലോ ഗബ്രിയേലോ ഒന്നും പ്രത്യക്ഷപ്പെടുന്നിടത്ത് ഇറ്റ്സ് നത്തിങ്. ദേ ആർ ഓൾ ഇൻഫീരിയർ ദാൻ റെഡീംഡ് സെയിൻറ്റ്സ്. ജോഷുവ 5 എടുത്തു. ജോഷുവ 5 പെട്ടെന്ന് വായിച്ചു പോകും. വേണ്ട എത്രയാ 5-ന്റെ 13 ആന്ന് വായിച്ചു പോകും. 13 തുടങ്ങി. യെറീക്കോയ്ക്ക് സമീപത്ത് വെച്ച് യോശുവ തല ഉയർത്തി നോക്കി, ഇതാ ഊരിപ്പിടിച്ച വാളുമായി ഒരാൾ അയാളുടെ മുമ്പിൽ നിൽക്കുന്നു. യോശുവ അയാളെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ? അയാൾ പറഞ്ഞു, അല്ല, കർത്താവിന്റെ സേനാപതിയായി ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ യോശുവ ദണ്ഡനമസ്കാരം ചെയ്ത് ചോദിച്ചു, എന്റെ പ്രഭോ, അങ്ങ് അടിയനോട് എന്താണ് കൽപ്പിക്കുന്നത്? കർത്താവിന്റെ സേനാപതി യോശുവയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, അതുകൊണ്ട് നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക. യോശുവ അപ്രകാരം ചെയ്തു. This is God. God എന്ന് പറഞ്ഞാൽ ദി സെക്കൻഡ് പേഴ്സണാലിറ്റി ഓഫ് ദി ട്രിനിറ്റി. പിതാവായ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, കാണാൻ സാധ്യമല്ല, ഈ ജഡത്തിൽ കാണാൻ പറ്റത്തില്ല. പൗലോസ് പറയുന്നുണ്ട് തിമോത്തിയിൽ, അനന്തമായ പ്രകാശത്തിൽ വസിക്കുന്ന അവനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ സാധ്യമല്ല. ഈ മോശ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, നിന്നെ കാണിച്ചു തരാൻ. അപ്പൊ പറയുന്നുണ്ട്, എന്നെ കണ്ടിട്ട് ആർക്കും ജീവനോടെ ഇരിക്കാൻ സാധ്യമല്ല. ബട്ട് ഹിയർ യു ആർ സീയിങ് ദി ഗോഡ്. അപ്പൊ ഇവിടെ ചോദിച്ചു, ആരായിട്ടാ കാണുന്നത്? ഒരു ഉയർത്തിപ്പിടിച്ച് ഇതാ ഊരിപ്പിടിച്ച വാളുമായി ഒരാൾ, ചുമ്മാ ഒരാളായിട്ടാ കാണുന്നത്, വെറുതെ ഒരാളായിട്ടാ കാണുന്നത്. പക്ഷെ പിന്നീട് അതിന്റെ ആട്രിബ്യൂട്ട് ആ ആൾ തന്നെ പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, ചെരുപ്പഴിച്ചു മാറ്റും. മുൾപ്പടർപ്പില് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോഴും പറയുന്നുണ്ട്, ചെരുപ്പഴിച്ചു മാറ്റുന്ന നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. ഇതുകൊണ്ടാണ് പല പള്ളിയുടെയും മുമ്പിൽ എഴുതി വെച്ചേക്കുന്നത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, അതുകൊണ്ട് ചെരുപ്പ് ഊരി വയ്ക്കാൻ. അവിടെ വിശുദ്ധമാണ്. നമുക്ക് ന്യൂ ടെസ്റ്റമെന്റിൽ വിശുദ്ധമായിട്ട് ഒരു സ്ഥലമില്ല. ന്യൂ ടെസ്റ്റമെന്റിൽ ആകെ വിശുദ്ധമായിട്ടുള്ള സ്ഥലം മനുഷ്യന്റെ ഹൃദയം. ദൈവം വസിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളില്ല. പള്ളിയിലും വസിക്കുന്നില്ല, മോസ്കിലും വസിക്കുന്നില്ല. നോക്ക്, ജെൻഡയിൽ പ്രാക്ടീസുകൾ കയറി കൂടിയിട്ട് വിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ വിശുദ്ധ നാടുകൾ എന്ന് പറഞ്ഞ് അല്ലെ തീർത്ഥാടനം ചെയ്യാറുണ്ട്. വിശുദ്ധ നാട്ടിലേക്ക് പോകുന്നതും മലയാറ്റൂർക്ക് പോകുന്നതും ശബരിമലയ്ക്ക് പോകുന്നതും എല്ലാം സെയിം. കർത്താവ് പറഞ്ഞു, യഹൂദര് ദൈവത്തെ ആരാധിച്ചിരുന്നത് ജെറുസലേമിലാണ്, എന്നാൽ അവിടെയല്ല ഇവിടെയല്ല. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന. നമുക്ക് ഡിസെപ്ഷൻ ഇപ്പൊ ഇൻസിഡന്റലായിട്ട് പറഞ്ഞതാ. കാരണം ഈ വേർപെട്ടവർ വിശ്വാസികൾ എന്ന് പറയുന്നവർ എല്ലാവരും ഒരു മനസാക്ഷി കുത്തും കൂടാതെ തീർത്ഥാടനം നടത്തുന്ന ഒരു സ്ഥലം വിശുദ്ധ നാടുകൾ പറയുന്നത്. വിശുദ്ധ നാടെന്ന ഒരു സ്ഥലം ഇല്ല ന്യൂ ടെസ്റ്റമെന്റിൽ. അപ്പോ എന്നാൽ ദൈവത്തിന്റെ മുമ്പില്
വേളാങ്കണ്ണിക്ക് പോകുന്നതും ജെറുസലേമിന് പോകുന്നതായിട്ട് ഒരു വ്യത്യാസമില്ല. ശബരിമലയ്ക്ക് പോകുന്നതും നമുക്ക് ഈ വിശുദ്ധ സ്ഥലത്തിന്റെ കാസറ്റുകളും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. എല്ലാം ഐഡലാട്രി സെന്റേഴ്സിലാണ് പോകുന്നത്, കണ്ടിട്ടില്ലേ? നിറയെ വിഗ്രഹങ്ങൾ നിറഞ്ഞ വിഗ്രഹാരാധന നടക്കുന്ന സ്ഥലത്തേക്ക് അതിന് വിശുദ്ധ സ്ഥലം എന്ന് നമ്മളൊരു പേരിട്ട വിശുദ്ധ സ്ഥലം ആവില്ല. ഇതൊരു വിഗ്രഹാരാധന കേന്ദ്രമാണ്. ഈ തീർത്ഥാടനമൊക്കെ നടത്തുന്നത് നമുക്ക് ലോകത്തുള്ള സകല സമുദായക്കാരും, എല്ലാ യാക്കോബക്കാരും കത്തോലിക്കാരും മർത്തോമക്കാരും എല്ലാം പോകുന്ന, കത്തോലിക്കരും പോകുന്ന വിഗ്രഹാരാധന സ്ഥലത്തേക്ക് പോയിട്ട് വിശ്വാസി എന്ന് പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ജെറുസലേമിൽ പോയി കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലമാവും. കർത്താവ് പറഞ്ഞു വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞൊരു സ്ഥലം ഭൂമിയിലില്ല, എസ്പെഷ്യലി ഫോർ ക്രിസ്ത്യൻസ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ തോന്നിവാസവും ചെയ്തിട്ട് ഒരു മനസാക്ഷി കുത്തും കൂടാതെ ജീവിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദി ഫസ്റ്റ് ലെസൺ ഇഗ്നറൻസ്. നമുക്കറിയില്ല തിരുവെഴുത്തുകൾ എന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സെക്കൻഡ് പേഴ്സണാലിറ്റി റീ ഇൻകാർണേറ്റഡ് ആയിട്ട് പല സ്ഥലത്ത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ തിമോത്തി വായിക്കുമ്പോൾ സംശയം വരരുത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ ഇവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. എക്സോഡസ് 34 വായിക്കുമ്പോൾ ഒരു കാര്യം വായിക്കണമല്ല. എക്സോഡസ് 34 ബാബു ഇതോടെ വായിച്ചു. എല്ലാം 24, എക്സോഡസ് 24 ബാബുവിന്റെ 9 തുടങ്ങി വായിച്ചാൽ മതി. 24:9 തുടങ്ങി. അനന്തരം മോശയും അഹ്റോനും നാദാബും അബീഹൂവും ഇസ്രായേൽ മൂപ്പന്മാർ 70 പേരും പർവ്വതത്തിലേക്ക് കയറി ചെന്നു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ ഇതൊക്കെ വായിക്കുമ്പോ ഈ ബൈബിളിൽ സംശയം വരരുത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? വായിച്ചിട്ടില്ലേ? അപ്പൊ ഇത് വായിക്കുമ്പോൾ ശരി. അതുകൊണ്ടാണ് ഈ അടുത്ത ദിവസം ഒരാളിനോട് പറഞ്ഞു, ബൈബിളിനോട് ഇങ്ങനെ കൺഫ്യൂസിങ് നേരെ തലതിരിവായിട്ടുള്ള ഒരു പുസ്തകമേ ലോകത്തിലില്ല. ഇത് പ്രശ്നം. ഇതാണ് ഈ മുറിവൈദ്യൻ രോഗിയെ കൊല്ലുമെന്ന് പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചുള്ള പാർഷ്യൽ നോളജ് കൊണ്ട് ബൈബിൾ തെറ്റാന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്ക് 30,000 വർഷം മുമ്പുള്ള ഫോസിൽ കിട്ടി, അല്ലെ 3 മില്യൺ ഇയേഴ്സ് ബിഫോറുള്ള ഫോസിൽ കിട്ടി. അതുകൊണ്ട് ബൈബിളില് ഇന്നത്തെ ഹ്യൂമാനിറ്റിക്ക് 6000 വർഷം പഴക്കമുള്ളൂ, തലമുറകൾ തന്നെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ബൈബിൾ തെറ്റാന്ന് കൺക്ലൂഡ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ബൈബിളില് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആദമാണ് ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ, ഇന്നത്തെ ജനറേഷനിലെ ആദ്യത്തെ മനുഷ്യൻ. അതിനു മുമ്പ് പ്രീ ആദാമിക് ജനറേഷൻ ഉണ്ടായിരുന്നു, അല്ലെ ജീവികൾ ജീവിച്ചിരുന്നു ബൈബിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ റീക്രിയേഷനാണ്, അല്ലെങ്കിൽ റീഹാബിറ്റബിൾ ആക്കിയത് എഴുതിയേക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഉൽപ്പത്തി ഇംഗ്ലീഷ് എടുത്താലും ഈവൻ മലയാളത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത്. 2 വേർഡുകളെ ഉപയോഗിച്ചിരിക്കുന്നത്, ഒന്ന് ഉണ്ടാക്കിയെന്നും ഒന്ന് സൃഷ്ടിച്ചെന്നും. ഉണ്ടാക്കുന്നത് എപ്പോഴും ഓൾറെഡി എക്സിസ്റ്റിംഗ് സാധനങ്ങളെയാണ്. അപ്പൊ ബാബു വായിച്ചു. അപ്പൊ ദൈവത്തെ കണ്ടു എന്ന് എഴുതിയേക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ ആകാശ തെളിമയുള്ള നീല കൽത്തറ പോലെ എന്തോ കാണപ്പെട്ടു. ദൈവം ആ ഇസ്രായേൽ പ്രമാണിമാരുടെ മേൽ കൈവച്ചില്ല. അവർ ദൈവത്തെ കണ്ടു, ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ഇതാരെയാ കണ്ടത്? സെക്കൻഡ് പേഴ്സണാലിറ്റി ഓഫ് ദി ട്രിനിറ്റിയാ. ഈ ഫസ്റ്റ് തിമോത്തി 6-ാം അധ്യായം എടുക്കുമ്പോ വായിച്ചു. 15 തുടങ്ങി വായിച്ചു. രാജാക്കന്മാരുടെ 14 തുടങ്ങി വായിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷനാകും വരെ നീ കൽപ്പനകൾ നിർമ്മലമായും നിരാക്ഷേപമായും പാലിക്കുക. രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും വാഴ്ത്തപ്പെട്ടവനും ഏക പരമാധികാരിയുമായവൻ യഥാകാലം ഇത് വെളിപ്പെടുത്തും. അവൻ മാത്രമാണ് അമർത്യൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവനെ ഒരു മനുഷ്യനും ഒരിക്കലും കണ്ടിട്ടില്ല, കാണാൻ സാധ്യവുമല്ല. ബഹുമാനവും എന്നെന്നുമുള്ള ആധിപത്യവും അവന് ഉണ്ടായിരിക്കട്ടെ. ബൈബിൾ ആകെ കൺഫ്യൂസിങ് ആയില്ലേ? അവിടെ ദൈവത്തെ കണ്ടു, കൂടെ ഭക്ഷണം കഴിച്ചെന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ബൈബിള് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആകെ മുഴുവൻ കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പൊ ഇവിടെ അപ്പൊ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി റോമൻസ് 9 എടുക്കുമ്പോ ഇവിടെ നോക്കി 9:4 and 5 വായിക്കുമ്പോ, അവർ ഇസ്രായേൽക്കാരാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും
നിയമദാനവും ആരാധനയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവ്വപിതാക്കന്മാർ അവരുടേതാണ്. ശാരീരികമായി ക്രിസ്തുവും അവരുടെ വംശജനാണ്. സർവത്തിന്റെയും ദൈവമായ അവൻ നിത്യം വാഴ്ത്തപ്പെടട്ടെ. ആമീൻ. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് സർവത്തിന്റെയും ദൈവമായ. അപ്പൊ നമ്മള് അവിടെ പറഞ്ഞേക്കും ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ഇവിടെ കണ്ടു, ദൈവത്തെ കണ്ടു, ദൈവത്തിന്റെ കൂടെ ഭക്ഷണം കഴിച്ചു. അപ്പൊ ഇത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ലേ ബൈബിൾ ഭയങ്കര കൺഫ്യൂസിങ്ങും എന്താ പറയുക തെറ്റായിട്ടുള്ള ഒരു പുസ്തകം എല്ലാം ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ സ്ക്രിപ്ചർ കൊടുത്തപ്പോ ദൈവത്തിന്റെ വചനം ഇത് പഠിപ്പിക്കാൻ പറഞ്ഞ മോശയുടെ കയ്യിലേക്ക് കൊടുത്തത്. Then 2 Timothy 2:15 വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചില്ലെങ്കിൽ 2 Timothy 2:15 Be diligent to present yourself approved to God, a worker who does not need to be ashamed, rightly dividing the word of truth. അതെ. അപ്പൊ വേറെ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ സ്റ്റഡി ദി സ്ക്രിപ്ചർ അതൊന്നും വെച്ചില്ലേ? Be diligent to present yourself approved to God as a workman who does not need to be ashamed, accurately handling the word of truth. Accurately handling the word of truth. അപ്പോ അത് കറക്റ്റ്, അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ആക്കിയേക്കുന്നത്. അതുകൊണ്ട് മറ്റതിന്റെ മീനിങ് അതാണ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ആക്യുറേറ്റ്ലി. അപ്പൊ നമുക്കിത് ആക്യുറേറ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ ആകെ കൺഫ്യൂസിങ് ആയിരിക്കും. ദൈവത്തെ കണ്ടിട്ടില്ല, കാണാൻ പറ്റില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ദൈവത്തെ കണ്ടു, ദൈവത്തോടുകൂടെ ഭക്ഷണം കഴിച്ചു. ഇവിടെ യേശു ക്രിസ്തുവിനെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മള് ദൈവത്തിനെ എങ്ങനെ പഠിക്കണം? ആക്യുറേറ്റ് ആയിട്ട് പഠിക്കണം. ആക്യുറസി എന്ന് പറഞ്ഞ മാത്തമാറ്റിക്കൽ ടേമാണ്. ഇപ്പോ 3 + 4 = 6.99995 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആക്യുറേറ്റ് ആണോ? 4 + 3 = 7 ആയാൽ മാത്രമേ ശരിയാകത്തുള്ളൂ. ഈവൻ 0.0001 എറർ ഉണ്ടെങ്കിൽ അത് ആക്യുറേറ്റ് അല്ല. അപ്പൊ സ്ക്രിപ്ചർ ആക്യുറേറ്റ് ആയിട്ട് പഠിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് ആക്യുറേറ്റ് ആയിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് അതിന്റെ ഇഫക്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്രിസ്ത്യകോളം ഈ ദൈവത്തിന്റെ വചനത്തിന് എല്ലാവരും ആക്യുറേറ്റ് ആയിട്ട് പഠിച്ച് ദൈവവചനമായിട്ട് ഇതിനെടുത്തിരുന്നെങ്കിൽ ഈ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങും ഒരു ഡിഫറൻസോ ഒപ്പീനിയൻ ഒന്നും വരില്ല. എല്ലാവരും ഏകഹൃദയമുള്ളവരായിരിക്കും. ഒന്നേ പഠിപ്പിക്കാനുള്ളൂ. കാരണം സത്യം ഒരിക്കലും മാറത്തില്ല. സത്യം എന്നും അൺചേഞ്ചിങ് ആയിരിക്കും. ഒരു സ്ക്രിപ്ചറിന് ഒരു എക്സ്പ്ലനേഷനേ ഉള്ളൂ. പിതാവായ ദൈവത്തിനും മനുഷ്യരാശിക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഒരു എക്സ്പ്ലനേഷനും ഇല്ല. സിമ്പിളാണ്. അല്ലെങ്കിൽ റിപ്പന്റ് ബിലീവ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്ന ഒരു എക്സ്ക്യൂസ് ഇല്ല. റിപ്പന്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് സ്നാനപ്പെടാൻ പറ്റത്തില്ല, മാനസാന്തരപ്പെടാത്തവർക്ക് സ്നാനപ്പെടാൻ പറ്റത്തില്ല, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാത്തവർക്ക് സ്നാനപ്പെടാൻ പറ്റത്തില്ല. ദെൻ സ്നാനപ്പെടുന്ന ആർക്കാ സ്നാനപ്പെടാൻ പറ്റുന്നത്? ഞാൻ ഇൻസിഡന്റലായിട്ട് ഓർമ്മിച്ചാരാ ഹു ക്യാൻ ബി ബാപ്റ്റൈസ്? ആർക്ക് സ്നാനപ്പെടാൻ പറ്റുന്നത്? ആരെയാ സ്നാനപ്പെടാൻ അല്ലെങ്കിൽ പെടുത്താൻ പറ്റുന്ന ആരെയാ? അല്ല, കർത്താവ് പറഞ്ഞേക്കുന്നത്. നമ്മൾ അതാ ആക്യുറേറ്റ് ആയിട്ട് പഠിക്കുന്നു പറഞ്ഞു. കർത്താവ് പറഞ്ഞു ഇതാണ് കണ്ട. ഈ നമ്മുടെ ഷെറിന് മാത്രമേ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം അറിയാത്തുള്ളൂ. ഓൺലി ഡിസൈപ്പിൾസ് ക്യാൻ ബി. അല്ലെ വിശ്വസിക്കുന്നത് ഒന്നുമല്ല. കർത്താവ് പറഞ്ഞു ലോകമെങ്ങും പോയി സകല സൃഷ്ടികളെയും. അത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഓൺലി വേർഡ്. അപ്പൊ ഇതിന് ആനയെ കണ്ടിട്ട് വേണമെങ്കിൽ പല രീതിയിൽ പറയാം. അത് വട എന്ന് പറയാം, കാല എന്ന് പറയാം, കൊമ്പ എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഇതൊക്കെ ശരിയാണ്. അറ്റ് ദി സെയിം ടൈം കർത്താവ് പറഞ്ഞത് only disciples can be baptized. അപ്പോ ഡിസൈപ്പിളിന്റെ who can become a disciple? കാരണം നമ്മളിത് ആക്യുറേറ്റ് ആയിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. ഷെറിൻ തന്നെ ഞാൻ ഉത്തരം പറ. കാരണം ഡിസൈപ്പിൾ എന്ന് പറഞ്ഞ ആള് who is a disciple? ഇന്ന് ഷെറിനെ അടിയിലേക്ക് നോക്കിയിരിക്കുന്നു. ഷെറിൻ who can be a disciple? who is a disciple? ആരാ? അപ്പൊ പിന്നെ ആരെ ഡിസൈപ്പിൾ എന്ന് അറിയാതെ ഡിസൈപ്പിളെ സ്നാനപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹു ക്യാൻ ബി എ ഡിസൈപ്പിൾ? അപ്പൊ അതായത് സോഷ്യൽ സ്റ്റഡീസ് ആയി. അത് ലൂക്ക് 14:33 ഡിസൈപ്പിൾ. ജസ്റ്റ് ഒന്ന് വായിക്കുക. എല്ലാവർക്കും അറിയാവുന്ന സ്റ്റിൽ അത് വായിച്ച് ദീപ് വായിച്ച്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അയാൾക്ക്. അപ്പൊ ഈ കർത്താവ് പറഞ്ഞ സ്നാനം ഏറ്റിട്ടുണ്ടോ?
വൺ വേർഡ് ആൻസർ ഉള്ളൂ. യെസ് ഓർ നോ ചോദിക്കുന്നതിന് ആലോചിക്കാൻ പാടില്ല. എങ്ങനെയാ വേറൊരാളോട് ചോദിച്ചോട്ടെ, എങ്ങനെയാ ഷെറിൻ സ്നാനപ്പെട്ടിട്ടുണ്ടോ അക്കോർഡിംഗ് ടു സ്ക്രിപ്ചർ? എന്താ ചോദിക്കുന്നത് മനസ്സിലായി, നീ ഉത്തരം പറയണ്ട. എങ്ങനെയാ, എന്താ ലിനറ്റ് സ്നാനപ്പെട്ടിട്ടുണ്ടോ? അറിയില്ല. ദെൻ ജൂല സ്നാനപ്പെട്ടാണ്? അക്കോർഡിംഗ് ടു സ്ക്രിപ്ചർ ആണ്? അല്ല. അപ്പൊ ഇതിനകത്ത് ഇതാണ് ഇന്നത്തെ ചില പരമാർത്ഥമുള്ള ഒരു ഉത്തരം പറയുന്നു, അല്ലാത്തൊരു പറയുന്നില്ല എന്നുള്ളൂ. അപ്പൊ ഈ സ്നാനപ്പെട്ടേക്കുന്ന ഇതിങ്ങനെ, അല്ലെങ്കിൽ ഈ സ്നാനം എല്ലാം വെള്ളത്തിൽ ചുമ്മാ പിള്ളേരെ കുളിപ്പിക്കുന്ന പോലെ ഉള്ളൂ. സ്നാനപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടാതെ ഇനി സ്വർഗത്തിൽ പോകുന്നതിന് സ്നാനം ഒരു കണ്ടീഷൻ അല്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആര് സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകുന്ന എനിക്കറിയത്തില്ല. ബട്ട് മജോറിറ്റി ആൾക്കാർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്നാനപ്പെടാത്തവരായിരിക്കും. ഏത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ അടുത്ത് ചെല്ലും. പക്ഷെ എത്ര പേര് സ്നാനപ്പെട്ടിട്ടുണ്ടെന്ന് ഐ റിയലി ഡൗട്ട്. എത്ര പേര് ഇവിടെ എന്താ പറയുന്നത്, ഈ കർത്താവ് പറഞ്ഞേക്കുന്ന സ്നാനം ഏറ്റിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഇറ്റ് ഈസ് നോട്ട് മൈ ഡ്യൂട്ടി ഓൾസോ. ബട്ട് ഇങ്ങനെയാണ് സ്നാനം എന്ന് പറയാനുള്ള ഡ്യൂട്ടി എനിക്കുണ്ട്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി. അപ്പോൾ തനിക്കുള്ളത് എല്ലാം ഉപേക്ഷിക്കാതെ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുഴയിൽ പോയി സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിയതിന് അതിൽ കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ ഇല്ല. അബ്സല്യൂട്ട്ലി വർത്ത്ലെസ് റബ്ബിഷ് ബാപ്റ്റിസം ഏറ്റേക്കുന്നത്. അതൊരു ബാപ്റ്റിസം അല്ല. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെയാണ് സ്നാനപ്പെട്ടേക്കുന്നതെങ്കിൽ അതെങ്ങനെ സ്നാനമാകുന്നത്? ശിഷ്യന്മാരെ സ്നാനപ്പെടുത്താനാണ് കർത്താവ് പറഞ്ഞു, അല്ലാതെ സ്നാനപ്പെടാനുള്ളവരെല്ലാം മുമ്പോട്ട് വരുമ്പോൾ കൈയും പൊക്കി വന്ന് സ്നാനപ്പെടാൻ പറഞ്ഞ് കർത്താവ് പറഞ്ഞിട്ടില്ല. നോക്ക്, ബൈബിളിൽ 2 സ്നാനമുണ്ട്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ചിന്തിച്ചതാണ്. ഒന്ന്, സ്നാനപ്പെടാൻ പറഞ്ഞ് സ്നാനപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, എന്നെ സ്നാനപ്പെടുത്താൻ പറഞ്ഞ് സ്നാനപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത് രണ്ടും തെറ്റില്ല. ബൈബിളിൽ എഴുതിയേക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇന്ന് പെട്ടേക്കുന്ന അതിലൊക്കെ ഒരു ദിവസം 2 ദിവസം സുവിശേഷം പറഞ്ഞു. അപ്പൊ എപ്പോഴാ സ്നാനം എന്ന് ചോദിച്ച് സ്നാനപ്പെട്ടേക്കുന്ന എന്നാ സ്നാനപ്പെടുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം മാറാനുണ്ടെങ്കിൽ, വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ഈ സ്നാനപ്പെട്ടാൽ ഈ രോഗം മാറും. സ്നാനപ്പെട്ടു, സ്നാനം കഴിയുമ്പോൾ രോഗം കൂടുതലായിട്ടുണ്ടാവും. കാരണം അപ്പോ 2 ദിവസം സുവിശേഷം പറഞ്ഞ 3-ാം ദിവസം ചോദിക്കുന്നത് എന്താ? എന്നാ സ്നാനപ്പെടുന്നതെന്ന് ചോദിക്കും. മറീസിനോട് ചോദിച്ചിട്ടുണ്ടാവും ആരെങ്കിലും? ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്, കണ്ടു. അപ്പോ ഈ ഇങ്ങനെയുള്ള നിർബന്ധം കൊണ്ട് സ്നാനപ്പെട്ടേക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് ആസ് എ പോളിസി ഐ വിൽ നെവർ ആസ്ക് എനിബഡി ടു ഗെറ്റ് ബാപ്റ്റൈസ്ഡ്. കാരണം ചോദിക്കുന്നത് തെറ്റില്ല. കാരണം ഇത് രണ്ടും ബൈബിളുണ്ട്. രണ്ടും ഐ വാണ്ട് ടു ടെൽ യു. കാരണം ഇത് അറിയണല്ലോ. കാരണം യു ഹാവ് ടു ലേൺ ദി സ്ക്രിപ്ചർ ആക്യുറേറ്റ്ലി. ജൂണി സ്നാനപ്പെട്ടാണ്? ഉത്തരയില്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ആൻ ആൻസർ. അപ്പോ ഡേ ഓഫ് പെന്തിക്കോസ്റ്റില് സുവിശേഷം പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാം സുവിശേഷം പറയുന്നവരാണ്. അപ്പൊ നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ശ്രദ്ധിക്കണം. നമ്മൾ സുവിശേഷം പറഞ്ഞു അൺനോൺ ആൾക്കാരോടോ നോൺ ആൾക്കാരോടോ ആയിരിക്കട്ടെ. Then they never asked them to get baptized. അവര് ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് സുവിശേഷം പറയുന്നത്. Then പൗലോസ് അങ്ങോട്ട് ചോദിക്കുമല്ലേ ഇത്. പൗലോസിനോട് അനനിയാസ് പറഞ്ഞു, ഇനി എന്തിനു താമസിക്കുന്നു, സ്നാനപ്പെട്ടുകൂടെയെന്ന്. The reason Ananias was 100% confident that he is born again. അപ്പൊ നമുക്ക് ഒരാള് ഇവൻ യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടവനാണ് എന്ന് നല്ല ബോധ്യം വന്നാൽ, you have all the authority or right according to scripture to ask, ഇനി എന്തിനാ സമാധിക്കുന്നത്, സ്നാനപ്പെട്ടുകൂടെയെന്ന്. You have the right. At the same time സുവിശേഷം പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളോട് എന്നാ സ്നാനപ്പെടുന്നതെന്ന് ചോദിച്ചാൽ യു ആർ എ വർത്ത്ലെസ് സുവിശേഷകൻ എന്നേ പറയാൻ പറ്റൂ. കോമൺ സെൻസ് ഇല്ലാത്തവനെന്നേ പറയാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ച് സ്നാനപ്പെട്ടേക്കുന്നതുകൊണ്ട് ഈ സ്ക്രിപ്ചർ അനുസരിച്ച് സ്നാനപ്പെടാത്തവരുടെ ഒരു വലിയ ബറ്റാലിയൻ എന്ന് ലോകത്തിലുള്ളത്. സഭകളിൽ കൂടി വരുന്നവരും ചോദിച്ചു, നോബഡി ഈസ് കോൺഫിഡന്റ്, നോബഡി ഈസ് സ്ട്രോങ് ഇനഫ് ടു ടെൽ ദാറ്റ് ഐ ആം ബാപ്റ്റൈസ്ഡ് എന്ന് പറയാൻ നോബഡി ഈസ് വില്ലിങ്. കാരണം പലതും ഉപേക്ഷിച്ചിട്ടില്ല, അല്ലെ ലോകത്തിലെ സ്വപ്നങ്ങൾ. പക്ഷെ യു വിൽ ബി ഡിസീവ്ഡ്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു ടെൽ. ഡേ ഓഫ് ജഡ്ജ്മെന്റ് കർത്താവ് പറയും, ഞാൻ നിന്നെ ഒരു നാളും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല എന്ന് പറയും. ഇഫ് യു ആർ ഈ ബൈബിൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഇപ്പൊ പോയി വീണ്ടും സ്നാനപ്പെടാൻ ഞാൻ ആരോടും പറയുന്നില്ല, ബട്ട് യു ഫുൾഫിൽ ദി കണ്ടീഷൻ ടു ഗെറ്റ് ബാപ്റ്റൈസ്ഡ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു വന്ന ടോപ്പിക് ഇതാണ്, സച്ച് എ ഗ്രേറ്റ് സാൽവേഷൻ. ഈ സാൽവേഷനകത്ത് ഇതെല്ലാം ഇൻവോൾവ് ആണ്. അപ്പോ സ്നാനപ്പെടേണ്ടവര് ഇങ്ങോട്ട് പറയുകയോ ചെയ്യണ്ടേ,
ആൻഡ് ഈ ഒരാൾ ഇവൻ യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടതാണെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ ചോദിക്കുന്നത് തെറ്റില്ല. കാരണം പൗലോസിനെ കുറിച്ച് ഹെവൻലി റെവലേഷൻ ഉണ്ടായിരുന്നു അനന്യാസിന്, ഇല്ലേ? കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വരുന്ന ആളാരാണ്. അല്ലെങ്കിൽ പൗലോസ് എഫെസസിലുള്ളവരോട് പറഞ്ഞു, അവര് ഓൾ ഹാർട്ടഡ് ആയിരുന്നു, അവര് യോഹന്നാന്റെ സ്നാനം ഏറ്റിട്ടൊക്കെ നിൽക്കുകയാണ്, അവർ ഒന്നും കേട്ടിട്ടില്ലായിരുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് സ്നാനപ്പെട്ടു, രണ്ടാമത് സ്നാനപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയുന്നത്, കർത്താവിന്റെ ടീച്ചിങ് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ എല്ലാം തെറ്റിപ്പോകും. അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആരും സ്നാനപ്പെട്ടാന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ബഹുഭൂരിപക്ഷം ഇനി സ്നാനപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, സ്നാനപ്പെടാത്തവര് മാനസാന്തരപ്പെട്ടെ. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ഷണ്ടൻ അത് തന്നെ കറക്റ്റ് എക്സാമ്പിൾ. ഷണ്ടൻ ഫിലിപ്പോസ് പറഞ്ഞു, ഇത്രയൊക്കെ പറഞ്ഞു, മോനെ ഇനി ഇത് ഇവിടെ വെള്ളമുണ്ട്, നമുക്ക് പൊള്ള നേരത്തെ മുങ്ങിയേക്കാന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടം പോലെ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നെ സ്നാനപ്പെട്ട മജോറിറ്റി മാനസാന്തരപ്പെട്ടവരാന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല. ഈ മജോറിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലാത്തവർ അതിൽ നിന്ന് എക്സംപ്റ്റഡ്. അപ്പൊ ആരും കംപ്ലൈന്റ് പറയേണ്ട ആവശ്യമില്ല. മജോറിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലൂപ്പ് ഹോൾ ഉണ്ട്. ഈ ജീവിതം കാണുമ്പോൾ മാനസാന്തരപ്പെട്ടെന്ന് തോന്നുന്നില്ല. ഇറ്റ് ഈസ് ദുഃഖസത്യം എന്ന് പറയാൻ പറ്റും. അപ്പൊ മാനസാന്തരപ്പെട്ടില്ല, നശിച്ചു, നിത്യത കാണില്ല, നോബഡി ക്യാൻ ഹെൽപ്പ്. ഒറ്റയ്ക്ക് കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ട വരുന്നത്, ആരും കയ്യെ പിടിക്കാൻ ഉണ്ടാകത്തില്ല. അപ്പൊ ഇതില് ഷണ്ടനും അങ്ങനെ തന്നെയാണ്. ഷണ്ടന് തോന്നി, ഷണ്ടന പറഞ്ഞു ഇനി എനിക്ക് സ്നാനപ്പെടാൻ വലിയ തടസ്സമുണ്ട്. അപ്പൊ ഈ കണ്ടീഷൻ എല്ലാം പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയം, നിന്റെ ഹാർട്ടിന് 4 ചേംബറുണ്ട്, ഈ 4 ചേംബറിലും കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ യു ആർ എലിജിബിൾ. അല്ലെങ്കിൽ കുറച്ചൊരു പാതി മാനസാന്തരവും ലോകസ്നേഹവും 2 വഞ്ചിയക്കാലും ഈ ലോകത്തിൽ അംബീഷൻ ഉള്ളവർക്ക് they are not Christians. അതുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവിനെ പിൻപറ്റുന്ന ഒരു ഗതികെട്ടവരായിരിക്കുന്നല്ല, അവർ ഏറ്റവും ഐശ്വര്യമായിട്ട് ലോകത്തിൽ ജീവിക്കുകയും ചെയ്യും. അറ്റ് ദി സെയിം ടൈം they don't have any ambition, they have only one ambition. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാണാത്ത അപ്പം എനിക്കുണ്ട്, നിങ്ങൾ കാണാത്ത ഭക്ഷണം എനിക്കുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതല്ലാതെ വേറെ ചപ്പാത്തിയും ബിരിയാണിയും ഉണ്ടെങ്കിൽ ലോഡ് വിൽ നോട്ട് അക്സെപ്റ്റ്. അതായത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ള ഏക അംബീഷനിൽ ജീവിക്കുന്നില്ല. വൈ ഐ ആം ടെല്ലിങ് ഈസ് ഗോയിങ് ടു ലൂസ് ദി എറ്റേണിറ്റി. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും എറ്റേണിറ്റി നഷ്ടപ്പെട്ട പിന്നെ ഒന്നുമില്ല. നമുക്ക് വർത്ത് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ഗ്ലോറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരാണ്. ഇത്തിരിയോടെ ബുദ്ധി നമുക്കുണ്ടാകണം, സ്പിരിച്വൽ വിസ്ഡം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ സാൽവേഷനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് സാൽവേഷൻ. അതിൽ നമ്മൾ ചിന്തിച്ചു, കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ് രോഗ സൗഖ്യം. അതിനകത്ത് ശാപങ്ങൾ നീങ്ങിയിട്ടുണ്ട്, രോഗം മാറിയിട്ടുണ്ട്. പിന്നെ ഏദൻ തോട്ടത്തില് അവർക്കുണ്ടായിരുന്ന എല്ലാ ഐശ്വര്യങ്ങളെയും മടക്കി തരാനാണ് കർത്താവ് വന്നത്. അതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാക്കിംഗ് വിത്ത് ദി ലോർഡ്. അവർ കർത്താവിനോട് കൂടെ നടന്നു. അത് ഒരു ഫ്യൂച്ചർ ഈവന്റ് അല്ല. നോഹ് കർത്താവിനോട് കൂടെ നടന്നു, ഇല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. ഈ തലമുറയിൽ നോഹ് കർത്താവിനോട് കൂടെ നടന്നു, ഹാനോക്ക് കർത്താവിനോട് കൂടെ നടന്നു. ദെൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവനോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു, ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ ഏറ്റവും വലിയ സാൽവേഷന്റെ ദി ഗ്രേറ്റസ്റ്റ് റിവാർഡ് എന്ന് പറയുന്നത് കർത്താവിനോട് കൂടി നടക്കുക എന്നുള്ളതാണ്. കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ കർത്താവിനോട് കൂടി ചേരുന്ന ദിവസത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുക. ദാറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് തിങ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രേറ്റ് സാൽവേഷൻ നമ്മൾ അത് അനുഭവിക്കണം. അതുപോലെ സ്ക്രിപ്ചർ പഠിച്ചില്ലെങ്കിൽ ഒന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അല്പസമയം കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ സമയമെടുക്കും. ലഭിച്ചത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. അത് ഇതാണ്: കർത്താവായ യേശു കിടക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത ശേഷം അത് വിഭജിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്കായുള്ള എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുൾ ചെയ്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാകുന്നു. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ കർത്താവിന്റെ മരണാവന്റെ ആഗമനം വരെ ഉദ്ഘോഷിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യമായ വിധത്തിൽ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ അയാൾ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരായുള്ള അതിക്രമത്താൽ അപരാധിയാകും. ഈ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ഓരോ മനുഷ്യനും ആത്മപരിശോധന നടത്തണം. മതി. ഇതിനകത്ത് ദൈവം നമ്മളോട് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടേക്കുന്ന ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ആണ്. ഗോഡ് ഈസ് കമാൻഡിങ് us to do introspection. അവനവനെ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യണം. കാരണം പലപ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്കെയിലും വേറുള്ളവരെ ജഡ്ജ് ചെയ്യുമ്പോൾ വേറൊരു സ്കെയിലും ആയിരിക്കും ഉപയോഗിക്കുക. നമ്മളോടുള്ള കാര്യത്തിൽ നമ്മൾ വളരെ ലീനിയൻ്റ് ആയിരിക്കും. പക്ഷെ അതിന് ജസ്റ്റ് റിവേഴ്സ് ഈസ് ബെറ്റർ.
നമ്മളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യുക, നമ്മുടെ തെറ്റുകളെ തെറ്റായിട്ട് മനസ്സിലാക്കി. അപ്പൊ അതിൽ പറഞ്ഞേക്കുന്നത് ഈ കർത്തൃമേശ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈം ഫോർ ഇൻട്രോസ്പെക്ഷൻ. നമ്മളെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ തിരുവെഴുത്തുകൾ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ നമ്മൾ കൂടി വരുമ്പോൾ കേൾക്കുന്ന തിരുവെഴുത്തിന് പ്രകാരം നമ്മൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യുവാണെങ്കിൽ ദൈവത്തിന് നമ്മളെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം പറ്റില്ല. അത് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ജഡ്ജ് ചെയ്ത് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്തില്ലെങ്കിൽ നീതിമാനായിട്ടുള്ളൊരു ജഡ്ജുണ്ട്, കർത്താവ് ജഡ്ജ് ചെയ്യും. നമ്മളെ സംബന്ധിച്ച് ചിന്തിച്ചത് കർത്താവിന്റെ മരണം ഓർക്കുവാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട. ഓരോ ദിവസം നമ്മൾ ഡിഫറെന്റ് കാര്യങ്ങൾ ഓർക്കുന്നുള്ളൂ. നമ്മുടെ ലൈഫ് ന്യൂ ടെസ്റ്റമെന്റ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് വെദർ വി ആർ ഡിസൈപ്പിൾസ് ഓഫ് ദി ലോർഡ്. ഡിസൈപ്പിൾസ് അല്ലെങ്കിൽ വേറെ രക്ഷയില്ല. ഡിസൈപ്പിൾസ് ഇപ്പം ജോൺ ചാപ്റ്റർ 6 ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു, അവർ ഓടി എത്തിച്ചില്ല. ഓടി എത്തിക്കാനുള്ള കണ്ടീഷനാണ് ലൂക്ക് 14 കർത്താവ് പറഞ്ഞത്. അങ്ങനെ തനിക്കുള്ള എല്ലാം ഉപേക്ഷിക്കാത്ത ഒരാൾക്ക്. ഇത് കേൾക്കുമ്പോഴത്തെ മനുഷ്യനെ പേടിയത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവന്റെ കാര്യം ആ ഗതികേടാവുന്ന. നോ, നമുക്ക് എന്റെ നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. കർത്താവ് തീറ്റിപ്പോറ്റുന്ന ഒരു മനുഷ്യനുള്ള, കാരണം സ്വന്തം റിസോഴ്സിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല. അവൻ അവൻ്റെ കഴിവുകൊണ്ടാണ് ജീവിക്കുന്നത്. കർത്താവിൽ സമ്പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിനുള്ള ഐശ്വര്യവും സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ വേറെ ഒരു മനുഷ്യനും കിട്ടത്തില്ല. അതുകൊണ്ട് ഇതൊരു എക്സ്ചേഞ്ചാണ്. നമുക്കുള്ളതെല്ലാം അങ്ങ് ഉപേക്ഷിച്ചാൽ കർത്താവിനുള്ളതെല്ലാം നമ്മുടെ റിസോഴ്സായിട്ട് വരും. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കർത്താവ് നമ്മളെ തീറ്റിപ്പോറ്റും. നമ്മൾ ഈ 2 കൊറിന്ത്യൻസ് എടുക്കണ്ട 5:21 എഴുതിയിട്ടുണ്ട്, പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി അങ്ങനെ നമുക്ക് അവന്റെ നീതി ദൈവം പ്രദാനം ചെയ്തു. അപ്പൊ പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി നമ്മുടെ കൈ കർത്താവിന്റെ തലയിൽ വെച്ച് പാപം മുഴുവൻ ആവാഹിച്ചതുപോലെ നമ്മുടെ പാപം മുഴുവൻ കർത്താവിന് മേൽ ചുമത്തി. അപ്പൊ കർത്താവിനുണ്ടായിരുന്ന നീതി ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമുക്കുള്ളത് എല്ലാം കർത്താവിനെ ഫലമേൽപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ടൈം ഓഫ് നീഡില് കർത്താവിനുള്ള കംപ്ലീറ്റ് റിസോഴ്സ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. അത് ഫ്ലോ ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ നമുക്കുള്ളത് പൂർണ്ണമായിട്ട് കർത്താവിനെ ഏൽപ്പിക്കാത്തതുകൊണ്ട്. കർത്താവിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കും ഒരു ഭൗതിക നീഡ് ഈ ലോകത്തിൽ വരാൻ ദൈവം അനുവദിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുന്നമേ അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിച്ച ഒരു മനുഷ്യന് ഒരു ഫിസിക്കൽ നീഡ് വന്ന് ബുദ്ധിമുട്ടാൻ അങ്ങനെ ഒരു സംഭവം ഈ ഹ്യൂമാനിറ്റിയുടെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല, നെവർ. അപ്പം അതുകൊണ്ട് നമുക്കുള്ളത് ബുദ്ധി ഉണ്ടെങ്കിൽ, കാരണം നമുക്ക് കുറച്ചേ ഉള്ളൂ, നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള പലപ്പോഴും നമ്മുടെ കയ്യിലില്ല. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്ത സമയത്ത് അവർ പറയുന്നുണ്ട്, ഇവിടെ ഒരു ബാലനുണ്ട്, അവൻ്റെ കയ്യിൽ രണ്ട് അപ്പം ഉണ്ട്, അതേ ഒരപ്പം 2 മീനുണ്ട്, ഇതുള്ളൂ. അതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ നീഡ് സർപ്ലസ് ആയിട്ട് മീറ്റ് ചെയ്തു. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും കൂടിയ ദശാംശം കൊടുക്കും. ഇപ്പം ദശാംശം കൊടുക്കുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. നമുക്കുള്ളത് സമ്പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിക്കും അവിടെ ഫിസിക്കൽ പ്രൊട്ടക്ഷനെ വാഗ്ദത്തം നൽകിയിട്ടുള്ളൂ. അതായത് അവന് ഉണ്ണാനും ഉടുക്കാനും, അല്ലെങ്കിൽ മുന്നമേ അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുന്ന ഒരാൾക്ക് ബേസിക് നീഡ്സ് ഉണ്ണാൻ ഉടുക്കാൻ എന്ന് പറഞ്ഞാൽ കിടക്കാനുള്ള പാർപ്പിടം, ഭക്ഷണം, അങ്ങനെ മനുഷ്യന്റെ ബേസിക് നീഡ്സ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എന്നെ വിമാനത്തെ കയറ്റി കൊണ്ടിടക്കും എന്നല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് മലയാളം അറിയാവുന്നവർക്ക് അതിന്റെ മീനിങ് അറിയാം. മീൻസ് അവർ നീഡ്സ് മീറ്റ് ചെയ്ത് ദൈവം കൊണ്ടു നടക്കും. അതല്ലേ? ബുദ്ധിമുട്ടിലാണ്. ദാറ്റ്സ് ഓൾ. അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നവൻ മാനസാന്തരപ്പെടാത്തവനാണ് ബേസിക്കലി. ഉണ്ണാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ അത് മതിയെന്ന് കരുതാത്തവൻ ഒത്തിരി മേഖലകളിൽ ഇനി മാനസാന്തരപ്പെടാനുണ്ട്. അതായത് കർത്താവ് നമുക്ക് നോക്ക്, എക്സാൾട്ടേഷൻ കംസ് ഫ്രം ദി ലോർഡ്. അപ്പൊ നമ്മൾ വെട്ടിപ്പിടിക്കാനായിട്ട് ആക്രാന്തം കാണിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ കണ്ടീഷന് ബിഫിറ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ കണ്ടീഷനിൽ ദൈവം നടത്തും. എന്നാൽ നമ്മുടെ സ്പിരിച്വാലിറ്റി എവിടെയും കിടക്കട്ടെ, നമുക്ക് മെറ്റീരിയലായിട്ട് ഐശ്വര്യമായിട്ട് നടക്കുന്നു പറയുന്നവൻ മെറ്റീരിയലായിട്ട് ഐശ്വര്യമാവും, അവൻ ആത്മീയമായിട്ട് അവൻ നശിച്ച് മിക്കവാറും എറ്റേണിറ്റി തന്നെ നഷ്ടപ്പെടുത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ദൈവം, ഗോഡ് ഈസ് ദി ബെസ്റ്റ് വെൽ വിഷർ. ദൈവത്തോടെ നന്മ ആഗ്രഹിക്കുന്നവർ ആരുമില്ല. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നമ്മുടെ അപ്പനില്ല, അമ്മയില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, ഒന്നുമില്ല. ഗോഡ് ഈസ് ദി ബെസ്റ്റ് വെൽ വിഷർ. അപ്പൊ നമുക്ക് ക്യാരി ചെയ്യാവുന്ന ഭൗതിക നന്മ തരാതിരിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല, നെവർ. അപ്പൊ നമുക്കിന്ന് നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാവുന്ന ഭൗതിക നന്മ ഇന്ന് നമുക്കുണ്ട്. അതിനെ അർഹിക്കുന്നേക്കാൾ
ഇത്തിരി ഒരു പെർസെൻറ്റേജ് കൂടുതലായിരിക്കും ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ മെറ്റീരിയൽ ഐശ്വര്യമായിട്ട് ഈ ലോകത്തിൽ പോകുന്ന ഒരാൾ എനിക്ക് അത്ര ഇല്ലെന്ന് പറഞ്ഞ് അത് ചോദിച്ചാൽ ചിലപ്പോൾ ദൈവം തരും. ഇസ്രായേൽക്കാര് അവർക്ക് മന്ന കൊടുക്കുന്നുണ്ടായിരുന്നു, എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് എന്ത് വേണമായിരുന്നു? ഇറച്ചിയും കൂടെ വേണമായിരുന്നു. ഇറച്ചി കൊടുത്തോ? പിന്നെ കൊടുത്തു, ഇറച്ചി കൊടുത്തു, കൂടെ ഒരു സാധനം കൂടെ കൊടുത്തു. എന്ത് കൊടുത്തു? എന്താ കൊടുത്തത് ലിസി? എന്താ കൊടുത്തത്? ഒരു ബാധയും കൂടെ കൊടുത്തു. എന്ന് പറഞ്ഞ പോലെ നമുക്ക് അനർഹമല്ലാത്ത മെറ്റീരിയൽ പ്രോസ്പെക്റ്റിക്ക് പോയി കഴിയുമ്പോൾ മെറ്റീരിയൽ പ്രോസ്പെക്റ്റ് കിട്ടും, ഇങ്ങനെ സൈഡിൽ ഒരു സാധനം കൂടെ പിടിക്കുന്നുണ്ടാവും കയ്യിൽ. അതുകൊണ്ട് ഈ മെറ്റീരിയൽ പ്രോസ്പെക്റ്റിയുടെ പുറകെ പോകാതെ ലോഡ് ഈസ് ദി ഗ്രേറ്റസ്റ്റ്, എന്താ പറഞ്ഞത്, എല്ലാം ഓൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കർത്താവിനെ മാത്രം കാക്ഷിക്കുന്ന ഒരു ഹൃദയം, ദാറ്റ് ഈസ് ദി ബെസ്റ്റ് ഹാർട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ജഡ്ജ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിനെ അല്ലാതെ മറ്റെന്തെങ്കിലും കാക്ഷിക്കുന്നുണ്ടെങ്കിൽ നൗ ഇസ് ദി ടൈം ടു റിപ്പന്റ്. അപ്പൊ മാനസാന്തരപ്പെടുക. നൗ ഈസ് ദി ടൈം. അപ്പോൾ ഈ സാം 73:25 വായിക്കുമ്പോൾ എടുത്തിറങ്ങി വായിച്ചാൽ മതി, ഭാവന്റെ കൊടുത്തിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഹൃദയത്തിന്റെ ഉടമ ആയേ പറ്റൂ, അതിലേക്ക് ദൈവം കൊണ്ടുപോകും. അപ്പൊ നമ്മൾ മത്സരിച്ചാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. വായിക്കോ, എടുത്ത സാം 73:25. സ്വർഗത്തിൽ എനിക്ക് നീ അല്ലാതെ മറ്റാരുണ്ട്, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കൊടുക്കുന്നില്ല. മീൻസ് ഐ ഡിസയർ നത്തിങ് ആൻഡ് നോ വൺ ബട്ട് യു എലോൺ. ഇങ്ങനെ ഒരു ഹൃദയത്തിന്റെ ഉടമകൾ നമ്മളെല്ലാവരും ആയി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് കാക്ഷിക്കാം, പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, ഡിസയർ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അങ്ങനെയായി തീരും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം എങ്ങനെയായിരിക്കണം? ഇല്ല, സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും? അതിനിപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കൊന്നും വേണ്ട. അവിടെ ചെല്ലുമ്പോൾ പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല. ഉണ്ടോ? വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ സ്വർഗത്തിൽ ചെന്നാൽ? ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് മാത്രം. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് ഇറ്റ്സ് എ ചലഞ്ച്. അവിടെ എഴുതിയേക്കുന്നത് വായിച്ചില്ലേ? 73:25 കണ്ടോ? രാജി കണ്ട സാം 70 ഇങ്ങനെയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഡിസയറിങ്, നിന്റെ കിട്ടിയില്ലേ? അപ്പൊ എങ്ങനെ ആ വചനം നമ്മൾ പ്രാവർത്തികമായിട്ടുണ്ടോ? ഡിസയറിങ് നത്തിങ് ആൻഡ് നോ വൺ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം